Hi dears, let's revise the full portion. Be ready with your English text. അപ്പോൾ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കുക. അപ്പോൾ ഞാൻ ഈ ഓരോ ലെസൺസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതോടൊപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ അതൊക്കെ കുറിച്ചെടുക്കുക. കുറിച്ചെടുത്തതിന് ശേഷം ഓരോ ലെസണിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏതെങ്കിലും പഠിക്കേണ്ടതുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്പീച്ച് ഐ വിൽ ഫ്ലൈ, ആ ലെസണിലെ സ്പീച്ചാണ് ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. സ്പീച്ച് ഐ വിൽ ഫ്ലൈ സുനിതാസ് ഫേവറേറ്റ് വേൾഡ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടും. അത് പിന്നെ പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ ടെക്സ്റ്റിൻ്റെ സൈഡിൽ ഇനി ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഇനി ഏതൊക്കെ സെർച്ച് ചെയ്യണം അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഇന്ന് പഠിക്കേണ്ട ലെസണിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലും അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പിലും ഷെയർ ചെയ്യും. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് എല്ലാ +1 ഇംഗ്ലീഷ് വീഡിയോസിൻ്റെയും എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അതിലേക്ക് ജോയിൻ ആവുക. ഓക്കെ, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാതെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണുമ്പോൾ അതിന് റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, എനിവേ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകാം. ടെക്സ്റ്റിലെ നമ്മൾ ഏകദേശം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, എല്ലാവരും ഏകദേശമൊക്കെ ഒന്ന് റിവിഷനൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. എങ്കിലും ഒന്ന് ഓടിച്ചു നോക്കാം. ഫസ്റ്റ് ലെസണിൽ പേജ് നമ്പർ 7, പേജ് നമ്പർ 7, അതായത് ഈ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന ആ ഒരു പേജിലെ കൊട്ടേഷൻസ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫേറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ് ബൈ വിൻസ്റ്റൺ ചർച്ചിൽ. എന്തിനാണ് ഈ കൊട്ടേഷൻസ് ഒക്കെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ലാംഗ്വേജ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു സ്പീച്ച് അല്ലെങ്കിൽ എസ്സേ ഒക്കെ എഴുതുമ്പോൾ ആർട്ടിക്കിൾ അതായത് എഴുതുമ്പോൾ നമുക്ക് അതിൽ കോഡ്സ് യൂസ് ചെയ്യാം. കോഡ്സ് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ലെസൺ ബേസ് ചെയ്തും നമ്മൾ ഓരോ ടെക്സ്റ്റിലെ ഓരോ ലെസൺസ് റിലേറ്റഡ് ആയ ഇമ്പോർട്ടൻറ്റ് കോഡ്സ് ഫോർ A+ എന്നുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കൊട്ടേഷൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് നിങ്ങൾ ഏതിലെങ്കിലും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കിക്കോളൂ. അപ്പോൾ ഫസ്റ്റ് ലെസൺ പേജ് നമ്പർ 8, ടെക്സ്റ്റ് കയ്യിൽ വെച്ച് നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എഴുതുക കേട്ടോ. പേജ് നമ്പർ 8 ദ പോയിൻറ്റ്സ് ഫോർ സക്സസ് അത് ഇവിടെയുണ്ട് അല്ല. ഏതൊക്കെ? ഹാർഡ് വർക്ക്, കറേജ്, പെർസിവറൻസ്, കോൺഫിഡൻസ്, വിൽ പവർ, എൻകറേജ്മെൻറ്റ്. ഓക്കെ, ആ പേജിൽ തന്നെ ആദ്യത്തെ ഒരു കോട്ട്സ് ഉണ്ട് വില്യം ഷേക്സ്പിയറിൻ്റെ. സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നസ് ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നസ് ത്രസ്റ്റ് അപ്പോൺ ദം. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ദെൻ എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് വേണ്ട. എല്ലാ ലെസൺസും പഠിക്കുക. ലെസൺസിലെ ടെക്സ്റ്റ് ഫസ്റ്റ് വായിക്കുക. ടെക്സ്റ്റിൽ ഞാൻ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചോ എന്ന് ചെക്ക് ചെയ്യുക. പഠിച്ചില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കുക. അതിനുശേഷം ഓരോ ലെസൺസിൻ്റെയും ഒരു റിവിഷൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിവിഷൻ. അപ്പോൾ അതിൽ ആ റിവിഷൻ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ ആ ലെസൺ ബേസ് ചെയ്ത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരു ടെക്സ്റ്റ് വായിക്കുകയോ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ആ ലെസൺ ബേസ് ചെയ്ത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഏതാ പഠിക്കേണ്ട, ആ ലെസൺ ബേസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മൾ വെറുതെ ടെക്സ്റ്റ് വായിച്ചാലും ആ ലെസൺ ബേസ് ചെയ്ത് മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് അത് അറിയുക. ഓക്കെ, അപ്പോൾ ഈ ഞാൻ അപ്ലോഡ് ചെയ്ത, അതായത് ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്ന അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആ ഒരു ചാനൽ സുനിതാസ് ഫേവറേറ്റ് വേൾഡ്, അതിൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ. സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് മീൻസ് അതിൽ ഏതൊക്കെയാണ് ഗ്രാമർ, +1 ഇംഗ്ലീഷ്, +1 നിങ്ങളുടെ ഗ്രാമർ, +1 ഇംഗ്ലീഷ് ഗ്രാമർ, ദെൻ +1 ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അത്
പിന്നെ +1 ഇംഗ്ലീഷ് എന്ന് പറയുന്നതിൽ ഫുൾ ലെസൺസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ഏരിയ ലെസൺസ്, നോൺ ഫോക്കസ് ഏരിയ, അതൊന്നും നമ്മൾ ചെയ്യേണ്ട. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടൈമിൽ അന്നത്തെ ഫോക്കസ് ഏരിയ ലെസൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഇച്ചിരി കൂടെ ഒന്ന് എംഫസൈസ് ചെയ്ത് പഠിച്ചേക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അത് റിലേറ്റ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ് റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. റിവ്യൂ ഓൺ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇപ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ വെറും സമ്മറി അല്ല, അതിലെ തീം, മെസ്സേജ്, ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു ഇവാലുവേഷൻ എഴുതുന്നതാണ് റിവ്യൂ. ഓക്കെ, അപ്പോൾ റിവ്യൂ എഴുതുമ്പോൾ നമുക്ക് കോഡ്സ് യൂസ് ചെയ്യാം. ഈ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ റിവ്യൂ ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്തൊരു നല്ലൊരു കോട്ടാണ് ഒരു ചൈനീസ് പ്രോവർബ്. ഗീവ് എ മാൻ എ ഫിഷ് ആൻഡ് യു ഫീഡ് ഹിം ഫോർ എ ഡേ. ടീച്ച് എ മാൻ ടു ഫിഷ് ആൻഡ് യു ഫീഡ് ഹിം ഫോർ എ ലൈഫ് ടൈം. ദാറ്റ് ഈസ് എ ചൈനീസ് പ്രോവർബ്. അത് നമുക്കിതിൽ യൂസ് ചെയ്യാം. അതുപോലെ അബൌട്ട് ദ ഓഥർ, പേജ് നമ്പർ 13, അതിലെ സെക്കൻഡ് പാരഗ്രാഫ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിലേസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ആസ് വെൽ ആസ് ദ നീഡ് ടു റിമെയിൻ ഇൻവോൾവ്ഡ് ഇൻ ഫാമിലി ലൈഫ്. Through the story of the birds, the writer conveys the importance of self-esteem and self-confidence. Okay, അപ്പോൾ അതിൽ ആ ഒരു the story, his first flight is the story of a young seagull, and how the young seagull, or how did it make its first flight, എങ്ങനെ അതിൻ്റെ ഒരു ആദ്യത്തെ ഫ്ലൈറ്റ് നടത്തുന്ന ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. അപ്പോൾ അത് ബേസ് ചെയ്ത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും വരാം. കുറച്ച് 1-2 വർഷത്തിന് മുന്നേ ചോദിച്ച ഒരു ലൈവ് റിപ്പോർട്ടാണ്. ലാസ്റ്റ് ഹൗ ഡിഡ് ദ യങ് സീഗൾ മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ആ ഒരു ലാസ്റ്റ് ആ ഒരു പാർട്ട് ലൈവ് റിപ്പോർട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഏത് ലെസൺ ബേസ് ചെയ്തും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ദെൻ നെക്സ്റ്റ് ലെസൺ, I will fly. Okay, I will fly. I will fly, that's a speech delivered by Dr. APJ Abdul Kalam in Hyderabad for the students of Andhra Pradesh. That was in 2030 August. അപ്പോൾ അന്ന് അബ്ദുൽ കലാം നടത്തിയൊരു സ്പീച്ചാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെസനായിട്ട് തന്നേക്കുന്നത്. അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ കുറേ കോഡ്സ് ഉണ്ട് അല്ലേ, അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. കുറേ കോഡ്സ് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ ഈ ഐ വിൽ ഫ്ലൈ റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ സ്പീച്ച്, ഒരു സ്കൂൾ അസംബ്ലിയിൽ അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കൊരു ഇൻസ്പയറിങ് സ്പീച്ച് ബേസ്ഡ് ഓൺ ദ ലെസൺ ഐ വിൽ ഫ്ലൈ, അങ്ങനെ ചോദിക്കാം. പിന്നെ ഇമെയിൽ, നിങ്ങളുടെ ഒരു എബ്രോഡുള്ള ഒരു ഫ്രണ്ടിനൊരു മെയിൽ ചെയ്യുക. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഈ അബ്ദുൽ കലാമിൻ്റെ ഈ ലെസണിലെ ഇൻസ്പയറിങ് പോയിൻറ്റ്സ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ദാറ്റ് സ്പീച്ച് അതിൽ അബ്ദുൽ കലാം പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയത് ഏതിനു വേണ്ടിയാ, to inaugurate a program called Shastrayan. What is Shastrayan? Shastrayan means the propagation of what is the mission of Shastrayan? The mission of Shastrayan was the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. This action would in turn empower about 2,000 families of the village. So when Abdul Kalam went there to inaugurate that program, he delivered a speech on the topic, Science Empowers the Nation. So sometimes you may be asked to write an article or an essay on the topic, Science Empowers the Nation. How will you write the essay? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ഒരു എസ്സേ എഴുതും അല്ലേ. അപ്പോൾ അതിന് ആ ഒരു എസ്സേ അറിയില്ല എങ്കിൽ നിങ്ങൾ സയൻസ് എംപവേഴ്സ് ദ നേഷൻ, സുനിതാസ് ഫേവറേറ്റ് വേൾഡ് എന്ന് സെർച്ച് ചെയ്യുക, ആ എസ്സേ കിട്ടും, അതൊന്ന് പഠിക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് നമ്പർ 16, അതിൽ ആ ഒരു അബ്ദുൽ കലാം അവിടെ ഒരു സ്പീച്ച് നടത്തിയപ്പോൾ അതിന് ലാസ്റ്റ് ഓരോ കുട്ടികളും ഡൗട്ട്സ് ചോദിച്ചു അല്ലേ. അപ്പോൾ അവിടെ ഒരു കുട്ടി ഡൗട്ട്സ് ചോദിക്കുകയാണ്. വാട്ട് വാസ് ഹിസ് ഡൗട്ട്? അത് ആ പേജ് നമ്പർ 16 ടോപ്പിലുണ്ട് അല്ലേ.
Sir, I need to have confidence, but I have not gained any confidence through my education. Years. I'm afraid to talk to my teachers. I'm afraid to talk to my friends. Whenever I talk, I compare myself with other students and their elegant dress. I want to become a marine engineer. I want to travel in a ship. I want to be the captain of the ship. I want to build the engine of the ship. Shall I be able to do all these? That was the doubt of the student. Then, reply to his doubt, Abdul Kalam quoted some lines of the Persian poet Jalaluddin Rumi, and he has written a poem, and the title of the poem was I Will Fly. I Will Fly എന്ന ടൈറ്റിൽ ജലാലുദ്ദീൻ റൂമി എഴുതിയ ആ പോയമിൻ്റെ ചില ലൈൻസ് അബ്ദുൽ കലാം ഈ കുട്ടിക്ക് റിപ്ലൈ ആയിട്ട് കൊടുക്കുകയാണ് അല്ലേ. ആ പോയമിൻ്റെ ലൈൻസാണ് പേജ് നമ്പർ 16. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്, I am born with ideas and dreams. I am born with greatness. I am born with confidence. I am born with wings. So, I am not meant for crawling. I have wings. I will fly. I will fly and fly. അല്ലേ. അപ്പോൾ തിരിച്ച് നിങ്ങളോട് ഏതെങ്കിലും ഫ്രണ്ട്സിന് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വേർഡ്സ് പറയുമ്പോൾ നമുക്ക് പറയാം അല്ലേ. യു ആർ നോട്ട് മെൻ ഫോർ ക്രോളിംഗ്, യു ആർ ബോൺ വിത്ത് കോൺഫിഡൻസ്, യു ആർ ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, സോ യു ഡോണ്ട് ക്രോൾ, യു ഷുഡ് ഫ്ലൈ ഫ്ലൈ ആൻഡ് ഫ്ലൈ അല്ലേ. അങ്ങനെ പറയുക. പിന്നെ ആ പേജിലെ ലാസ്റ്റിൽ ഹൗ ക്യാൻ യു ബിക്കം എ യുണീക്ക് പേഴ്സൺ, അതിനൊരു റിപ്ലൈ ആയിട്ട് അബ്ദുൽ കലാം പറയുന്നുണ്ട്. എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്, but the world around you is doing its best day and night to make you just everybody else. In your home, you are asked by your parents to be like the neighbor's children for scoring good marks. When you go to school, your teacher says, why don't you become like the first 5 rankers in the class? Wherever you go, people say you have to be somebody else or everybody else. So Abdul Kalam says you should be unique അല്ലേ. ആ യുണീക്ക് എന്ന് പറയുന്ന ആ പോയിന്റ്സ് നോക്കുക. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക. പേജ് നമ്പർ 17 ഒരു സ്പീച്ച് ഉണ്ട് അല്ലേ, ഇൻസ്പയറിംഗ് സ്പീച്ച്, അത് പഠിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 3 ഇമെയിൽ എഴുതാൻ ചോദിച്ചാൽ കറക്റ്റായിട്ട് ആ ഇമെയിലിൻ്റെ ഫോമാറ്റ് ഫോളോ ചെയ്യുക അല്ലേ. പേജ് നമ്പർ 168 നിങ്ങളുടെ ഈ +1 ടെക്സ്റ്റിൽ പേജ് നമ്പർ 168 ഇമെയിലിൻ്റെ ഫോമാറ്റ് ഉണ്ട്. ടു CC BCC സബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിൽ സെൻഡ് അക്കൗണ്ട്. അപ്പോൾ അതിൽ 2 എഴുതുമ്പോൾ ഒരു അഡ്രസ്സ് എഴുതുക. ആർക്കാണോ ഇമെയിൽ എഴുതാൻ ചോദിക്കുന്നത് അവരുടെ അഡ്രസ്സ് എല്ലാം സ്മോൾ ലെറ്ററിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നതാണ്. അതും മെയിൽ അഡ്രസ്സ് അവിടെ എഴുതുക. ദെൻ BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി, അതും നിങ്ങൾ അവിടെ എഴുതുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് അപ്പോൾ അതിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ നിങ്ങളുടെ എക്സാമിൻ്റെ അന്ന് 3 മണിക്ക് ഞാൻ നിങ്ങൾക്ക് സെയിം അന്ന് 3 മണിക്ക് ഞാൻ നമ്മുടെ ഈ +1 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നില്ല എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഉറപ്പായും ഇന്ന് ഞാൻ പറയുന്ന മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പ്രൊഫൈൽ ഈ സെയിം പ്രൊഫൈൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്, ഹൗ ഡിഡ് ഹി ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ്? യു നോ സ്റ്റീഫൻ ഹോക്കിങ്, the supernova of physics. ആൻസർ ചെയ്യാം. Then a question, an interview with Stephen Hawking or an interview with anyone അല്ലേ, നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ജനറൽ ആയിട്ടൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങോ ആരെങ്കിലും ആണെങ്കിലും നമുക്കിങ്ങനെ ചോദിക്കാം. ഗുഡ് മോർണിംഗ് സർ, ഐ ആം ഇനയ ഫ്രം ഗവൺമെൻറ് HSS ബാലരാമപുരം. അപ്പോൾ തിരിച്ച് അടുത്ത് നമ്മൾ പറയും, സർ ക്യാൻ ഐ കണ്ടക്ട് ആൻ ഇൻ്റർവ്യൂ വിത്ത് യു? അപ്പോൾ റിപ്ലൈ, യെസ് ഷുവർ, യു ക്യാൻ ഫ്രീലി ആസ്ക് ക്വസ്റ്റ്യൻസ് ടു മീ. ദെൻ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ ശരിക്കും
6 ക്വസ്റ്റ്യൻസും 6 ആൻസേഴ്സും നമ്മൾ എഴുതണം. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും ഇങ്ങോട്ടുള്ള ഒരു റിപ്ലൈയും ആണ് ഒരു എക്സ്ചേഞ്ച്. അങ്ങനെ മിനിമം മുമ്പ് നമ്മൾ 3 എക്സ്ചേഞ്ച് ആണ്, പക്ഷേ ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം 6 എക്സ്ചേഞ്ച് ആണ് അവർ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 6 ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ ലാസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, താങ്ക് യു സർ, താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യൂബിൾ ടൈം വിത്ത് മീ. അപ്പോൾ നമ്മൾ തിരിച്ച് ഓക്കെ, യു ആർ വെൽക്കം. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഫോമാറ്റിൽ എഴുതുക. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇന്ന ആളുമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ നടത്താൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ക്വസ്റ്റ്യൻസ് എഴുതുക. ക്വസ്റ്റ്യൻ 2, 3, 4, 5, 6 അങ്ങനെ ഒരു കറക്റ്റ് ഫോമാറ്റിൽ 6 ക്വസ്റ്റ്യൻസ് എഴുതുക. അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് അല്ല, ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടെ എഴുതാം. കാരണം അഥവാ നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം തെറ്റിയാലും ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്സും കിട്ടും. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് റൈറ്റ് 6 ക്വസ്റ്റ്യൻസ് ആൻഡ് ദ പോസിബിൾ ആൻസേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യനും ആൻസേഴ്സും എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ 1 ഉള്ള ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ, ദെൻ 2 ക്വസ്റ്റ്യൻ ആൻസർ, 3 ക്വസ്റ്റ്യൻ ആൻസർ, അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് 6 ക്വസ്റ്റ്യനും ആൻസറും എഴുതുക കേട്ടോ. അപ്പോൾ ശരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് 1-2 പ്രാവശ്യം വായിക്കുക. പ്രത്യേകിച്ചും കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ എഴുതി സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എഴുതി ആൻസർ ചെയ്യുക. അതുപോലെ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കിനാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം എഴുതുക. 1 word, that's enough. 2 marks question ആണെങ്കിൽ 2 sentences or 2 or 3 sentences, that's enough. Then 4 marks question ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഒരു പകുതി പേജ് എഴുതുക. 6 marks question ആണെങ്കിൽ ഒരു പേജ് മതിയാകും. ദെൻ 8 marks question ആണെങ്കിൽ 2 പേജ് അല്ലെങ്കിൽ മാക്സിമം ഒരു 2.5 പേജ് വരെ എഴുതാം കേട്ടോ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതുമ്പോൾ ഇത് എത്ര മാർക്കിനാണെന്ന് നോക്കിയതിന് മാത്രം എഴുതുക. പിന്നെ മറ്റൊരു ടിപ്പ് കൂടെ ഞാൻ പറയുന്നത്, പല കുട്ടികൾക്ക് ലാസ്റ്റ് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് മായ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നിങ്ങൾ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതുക. ആദ്യം ക്വസ്റ്റ്യൻസ് 1 to 8 കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്, 1 word ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ 1 word ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്റർ ബേസ് ചെയ്ത് വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മളൊരു വായിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. ഒന്നുകിൽ ടെക്സ്റ്റിൽ ഏതെങ്കിലും പാസേജ് ബേസ് ചെയ്തിരിക്കും, ചിലപ്പോൾ പോയം ബേസ് ചെയ്തായിരിക്കും. പോയമിൽ നിന്നും ഒരു 4 ലൈൻസ് തന്നതിന് ശേഷം അതിൽ നിന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മാർക്സ് ക്വസ്റ്റ്യൻസ് 19 to 12, ആ ക്വസ്റ്റ്യൻ 9 to 12 ക്വസ്റ്റ്യൻസ് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്സ് ക്വസ്റ്റ്യൻസ് എഴുതുക. 1 മാർക്കിൻ്റെയും 2 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് എഴുതിയാൽ പിന്നെ പെട്ടെന്ന് നിങ്ങൾ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതാൻ ശ്രമിക്കുക. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരെണ്ണം 3 ക്വസ്റ്റ്യൻ തന്നതിന് ശേഷം പിന്നെ 6 മാർക്സ് ക്വസ്റ്റ്യൻസ് എഴുതുക. അപ്പോൾ 6 മാർക്സിൻ്റെ ചോയ്സ് കാണും, 1-2 ക്വസ്റ്റ്യൻസ് ചോയ്സ് കാണും. എങ്കിലും ഏറ്റവും ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കുന്ന, ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക, അത് എഴുതുക. പിന്നെ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതുക. അപ്പോൾ ലാസ്റ്റ് ടൈം കിട്ടിയില്ലെങ്കിലും 4 മാർക്സ് ആകുമ്പോൾ ഇച്ചിരി എഴുതിയാൽ മതിയല്ലോ, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകാതെ ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ഒന്നും മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ മാർക്ക് നോക്കി എഴുതുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ എഴുതുക. ദെൻ അനദർ ടിപ്പ്, ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ നിങ്ങൾ ബിഗിൻ ചെയ്യുക കേട്ടോ. ബിഗിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ട ഉടനെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ആ ലെസൺ ബേസ് ചെയ്ത് എഴുതരുത്. ആ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ എഴുതുക. അങ്ങനെ തന്നെ എഴുതി സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ഓരോന്ന് ഓർമ്മ വരുമ്പോഴേക്കും പറയാം. ദെൻ പേജ് നമ്പർ 26, അതിൽ പ്രൊഫൈലാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ടൈറ്റിൽ കൊടുക്കുക, നല്ലൊരു ക്വാളിറ്റി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. പ്രൊഫൈൽ എത്ര മാർക്കിന്, ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് 8 മാർക്സിനാണ് പ്രൊഫൈൽ ചോദിച്ചത്. 8 മാർക്സിനൊന്നും എഴുതാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു പേജൊക്കെ നിങ്ങൾക്ക് മാക്സിമം ആയിട്ട് എഴുതുക, പ്രൊഫൈൽ അത്യാവും. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ഈ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് പേജിൽ കൂടുതൽ എഴുതണമെന്ന് പറഞ്ഞാലും ലെറ്റർ, അത് ഏത് ടൈപ്പ് ലെറ്ററും വരാം. ഏതെങ്കിലും ഒരു ടൈപ്പ് ലെറ്റർ എന്തായാലും കാണും. ഇമെയിൽ, ഫ്രണ്ട്ലി ലെറ്റർ, ഒഫീഷ്യൽ ലെറ്റർ, ലെറ്റർ ടു ദ എഡിറ്റർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ കാണും. അപ്പോൾ ഈ ലെറ്റർ വളരെ ബ്രീഫായിട്ട് മതി, ഭയങ്കര ലെങ്തി ആയിട്ട് വലിച്ചെഴുതണ്ട, വളരെ ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. ഇമെയിൽ ആണെങ്കിൽ ഇമെയിലിൻ്റെ സബ്ജക്റ്റ്, ഓക്കെ, അങ്ങനെ ആ ഒരു ഫോമാറ്റിൽ എഴുതുക.
പിന്നെ ലെറ്റർ വളരെ ഷോർട്ടായിട്ട് മതി. ലെറ്റർ ടു ദ എഡിറ്റർ ആണെങ്കിൽ ഏത് ലെറ്റർ ടു ദ എഡിറ്ററും എഴുതാവുന്ന കോമൺ പോയിൻറ്റ്സ് അല്ലേ, കോമൺ പോയിൻറ്റ്സ് ഏത് ലെറ്റർ ടു ദ എഡിറ്ററിനും എഴുതാവുന്ന കോമൺ പോയിൻറ്റ്സ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലെറ്റർ ടു ദ എഡിറ്റർ സുനിതാസ് ഫേവറേറ്റ് വേൾഡ്, അത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് ആ ഒരു 8 മാർക്സിൻ്റെ ലാസ്റ്റ് പോയം ഉണ്ടല്ലോ, അപ്രീസിയേഷനും നമുക്ക് ഒരു അൺനോൺ പോയമാണ് ഫസ്റ്റ് ഇയറിന് വരുന്നത്, +1 വരുന്നത്. +2 ഒരു പോയം തന്നതിന് ശേഷം പഠിച്ച പോയമായിട്ട് കമ്പയർ ചെയ്യാനാണ്. എന്നാൽ നിങ്ങൾക്ക് +1 ഒരു അൺനോൺ പോയം കിട്ടും. അൺനോൺ പോയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത, നമ്മുടെ ടെക്സ്റ്റിലില്ലാത്തൊരു പോയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്രോക്ഷൻ കൊടുക്കുക. തന്ന പോയം അത് ആ പോയമിൻ്റെ ടൈറ്റിലുണ്ട്, ഓതറുണ്ട് അല്ലേ, റൈറ്ററുണ്ട്, പോയറ്റുണ്ട്, പേര് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പോൾ അത് വെച്ച് അങ്ങനെ നമ്മൾ എഴുതുക ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒത്തിരി ഒരു 2 പേജൊക്കെ ഒരു പോയമിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അതും നിങ്ങൾ അതിൻ്റെ ഒരു കോമൺ വീഡിയോ, ഏത് പോയം അപ്രീസിയേഷനും എഴുതാവുന്ന പോയിൻറ്റ്സ് എന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദെൻ അണ്ടർലൈൻ ദ പോയിൻറ്റ്സ്. നിങ്ങൾ ഒരു ലെങ്തി ആയിട്ടൊരു 2 പേജൊക്കെ എഴുതുമ്പോഴേക്കും പിന്നെ എഴുതുന്ന ടീച്ചേഴ്സിന് അത് പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ. കാരണം നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ പേപ്പേഴ്സൊക്കെ വാല്യൂ ചെയ്യുന്നത് എറണാകുളത്തിന് അപ്പുറത്തേക്കാണ്. ഇപ്പോൾ തൃശ്ശൂർ, കോഴിക്കോടൊക്കെ ഉള്ളൊരു ടീച്ചർ നിങ്ങളുടെ പേപ്പർ നോക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ യു ഷുഡ് അണ്ടർലൈൻ ദ പോയിൻറ്റ്സ് കേട്ടോ. പോയിൻ്റ് അണ്ടർലൈൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അവിടെ 6 മാർക്സിന് 8 മാർക്സിനകത്ത് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ പേജ് നമ്പർ 27 കൊഹസീവ് ഡിവൈസസ് ചോദിക്കാറുണ്ട്. ബ്രാക്കറ്റിൽ 1-2 വേർഡ്സ്, കൊഹസീവ് ഡിവൈസസിൻ്റെ വേർഡ്സ് തന്നതിന് ശേഷം പിന്നെ ഒരു പാസേജ് ഫില്ലപ്പ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇതിലെ മീനിങ്സ് നമ്മൾ അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഹവവർ എന്നിരുന്നാലും, മോറോവർ അല്ലേ, അതുകൂടാതെ പിന്നെ വരുന്ന ഏതാ, വൈൽ, അറ്റ് ദ സെയിം ടൈം അല്ലേ, അതേസമയം, ഇൻ അഡീഷൻ ടു, ഇത് കൂടാതെ. അപ്പോൾ ഇതിൻ്റെ ഈ കൊഹസീവ് ഡിവൈസസിൻ്റെ വേർഡ്സ് മീനിങ് ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ മീനിങ്സ് അറിയാമെങ്കിൽ മിക്കവാറും കുട്ടികൾക്ക് അത് ക്ലിയർ ആയിരിക്കും. മറ്റൊരു കാര്യം, നിങ്ങൾ ഡോണ്ട് അവോയ്ഡ് ദ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. 4 മാർക്സിന് റിപ്പോർട്ട് സ്പീച്ച്, എഡിറ്റിംഗ്, പിന്നെ 2 മാർക്സിന് പാസീവ് വോയിസ്, ചിലപ്പോൾ ഇഫ് ക്ലാസ് ആണല്ലോ, ഇഫ് ക്ലാസ് ഫസ്റ്റ് ഇയർ 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് കാണും. അപ്പോൾ ഇഫ് ക്ലാസ് നിങ്ങൾ ഓക്കെ, അപ്പോൾ അതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ് ഗ്രാമർ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എഴുതിയാൽ അത് കറക്റ്റ് ആവില്ല, അത് സാരമില്ല, നിങ്ങൾ എഴുതിക്കോളൂ, കിട്ടിയാൽ കിട്ടിയില്ലേ അല്ലേ, അതുകൊണ്ട് മാർക്ക് കളയണ്ട എഴുതുക. അപ്പോൾ ഈ കൊഹസീവ് ഡിവൈസസിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അഥവാ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, അതിൻ്റെ ഒരു പേജ് നമ്പർ 28 അതിൻ്റെ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഇവിടെയുണ്ട്. 28, 29 എല്ലാം കൊഹസീവ് ഡിവൈസസ് ആണ്. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു പേജ് നമ്പർ 30, poem If. If is a poem written by Rudyard Kipling, and in that poem he says how to become a perfect man. How can we become a perfect man? എങ്ങനെ നമുക്കൊരു പെർഫെക്റ്റ് മാൻ ആകാം? അപ്പോൾ അതിൽ കുറേ ക്വാളിറ്റീസ് പറയുന്നു, ക്വാളിറ്റീസ് ഓഫ് എ പെർഫെക്റ്റ് മാൻ. എസ്സേ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് an essay on the qualities of a perfect man. അപ്പോൾ ഈ പോയം ബേസ് ചെയ്ത് ആയതുകൊണ്ട് ഈ പോയമിൽ പറയുന്ന പോയിൻറ്റ്സ് തന്നെ നിങ്ങൾ എഴുതിയാൽ മതിയാവും കേട്ടോ. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഹി സേസ് അബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ പെർഫെക്റ്റ് മാൻ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് സ്റ്റാൻസ, what are the two imposters? They are triumph and disaster. What is the figure of speech used there? Personification. Triumph and disaster, personification. പിന്നെ അതിൽ വരുന്നത് ലാസ്റ്റ് സ്റ്റാൻസ, that is very important. You can fill the unforgiving minute. That is a metaphor. Metaphor is used there, unforgiving minutes. Then 60 seconds worth of distance run, അതും മെറ്റഫറാണ് കേട്ടോ.
unforgiving minutes refers to time that waits for no man. It is like a race, every second is important. Then 60 seconds worth of distance runs that suggest the delayed reaction. അല്ലേ, ഡിലേഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് ഈ പോയം, ഈ ഇഫിൻ്റെ പോയം ഡയറക്റ്റ് അപ്രീസിയേഷന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം ഇഫ് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ പോയം നിങ്ങളുടെ ഇപ്പം നമ്മൾ തന്നേക്കുന്ന ടീച്ചേഴ്സ് തന്നേക്കുന്ന ആ ഒരു അപ്രീസിയേഷൻ ഒന്ന് പഠിച്ചേക്കുക. കാരണം ഡയറക്റ്റ് പോയം അപ്രീസിയേഷൻ എഴുതാനും ചിലപ്പോൾ വരാം. എല്ലാ പോയം, ഓരോ പോയം ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ 4 ലൈൻസ് തന്നതിന് ശേഷം അതിൽ നിന്നും സിമ്പിൾ ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ എലോബറേറ്റ് ദ ഐഡിയ പോയം ബേസ് ചെയ്ത് വരും. അത് 2 മാർക്സിനായിരിക്കും, ചിലപ്പോൾ 4 മാർക്സിനായിരിക്കും എലോബറേറ്റ് ദ ഐഡിയ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു പോയമിൻ്റെ അപ്രീസിയേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് അത് എഴുതാൻ സാധിക്കും. ദെൻ ഇതിൽ വരുന്ന മറ്റേ ഓരോ ലൈനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ഇഫ് 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 അങ്ങനെ ഓരോ ലൈനിൻ്റെയും ഫസ്റ്റ് വേർഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിന് നമ്മൾ പറയുന്നതാ അനഫോറ. ANAPHORA, അനഫോറ. ടെക്സ്റ്റിൻ്റെ സൈഡിൽ തന്നെ എഴുതുക അനഫോറ. ഇങ്ങനെ ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അലിറ്ററേഷൻ, അസൊണൻസ് എല്ലാം ചേർന്ന് വരുന്നതാണ് പോയറ്റിക് ഡിവൈസ് കേട്ടോ. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, പിന്നെ അങ്ങനെ വരുന്ന ഒക്കെയാണ് ഫിഗർ ഓഫ് സ്പീച്ച്. അപ്പോൾ അതൊരു സിമിലി ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരു ലൈനിൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ അത് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് സിമിലി ആയിരിക്കും കേട്ടോ. അത് തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ മെറ്റഫർ. ഏതെങ്കിലും ഒരു ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു ജീവനില്ലാത്ത ഒരു സാധനത്തെ ഒരു പേഴ്സൺ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ പേഴ്സോണിഫിക്കേഷൻ. ഹിയർ ഇൻ ദിസ് പോയം ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ അല്ലേ, സക്സസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്, അതൊരു പേഴ്സൺ അല്ല, പക്ഷേ ഇവിടെ പേഴ്സണെ പോലെയാണ് പറയുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ് നമ്പർ 32. അവിടെ ഒരു എങ്ങനെയാണ് നമ്മൾ പോയം അപ്രീസിയേഷൻ എഴുതേണ്ടതെന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, then in the introductory paragraph you should write about the poet and the theme. The next paragraph a brief summary, and you should include in the brief summary the meaning of the poem, implied meaning and structure. Then the next paragraph, poetic devices. In the poetic devices paragraph you can include sound effects, that is rhyme, alliteration, assonance, images. സൺറൈസ് ഓൺ ദ ഹിൽസ് ആ പോയമിലാണെങ്കിൽ കുറേ ഇമേജസ് ഉണ്ട് അല്ലേ. ഓഡിറ്ററി ഇമേജസ്, കിനസ്തെറ്റിക് ഇമേജസ്. കിനസ്തെറ്റിക് മീൻസ് മൂവിങ് ഇമേജസ്. ദെൻ വിഷ്വൽ ഇമേജ് മീൻസ് എ പിക്ചർ ദാറ്റ് കംസ് ടു അവർ മൈൻഡ്. നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പിക്ചർ, അതിനെയാണ് നമ്മൾ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിംബൽസ്. You can mention about the language, that is the poet has used simple language or difficult language, then thought-provoking language. Then you can mention the mood of the poet, you can mention the figures of speech. Then in the last paragraph, then you give a conclusion about the poem. There you can include the message or personal opinion. Okay, this is the way of writing poem appreciation. Okay, അപ്പോൾ അത് നിങ്ങൾ poem appreciation ശരിക്കൊന്ന് മനസ്സിലാക്കുക. Then next page number 33, if clause. ഇഫിൻ്റെ ഗ്രാമറാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇഫിൻ്റെ ഗ്രാമർ നമ്മൾ ഓർമ്മിക്കണമെങ്കിൽ 3 ടൈപ്പ് ഓഫ് സെൻറ്റൻസ് നമ്മൾ മനസ്സിലാക്കുക. ടൈപ്പ് 1, ഞാൻ ഈ പറയുന്ന ഈ 3 സെൻറ്റൻസും ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇഫ് ക്ലോസിൽ നിങ്ങൾക്ക് ഏത് സെൻറ്റൻസും കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ടൈപ്പ് 1, ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് ദ എക്സാം. ടൈപ്പ് 2, ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ് ദ എക്സാം. ടൈപ്പ് 3, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ഓക്കെ, ആ 3 സെൻറ്റൻസ് ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. ഇഫ് യു സ്റ്റഡി you will pass the exam. If you studied,
you would pass the exam. If you had studied, you would have passed the exam. ഇപ്പോൾ ഇഫ് ക്ലാസ് ഈസിയാണ് എങ്കിലും ഈ മോഡൽ എക്സാമിൻ്റെ ചില പേപ്പേഴ്സൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഗ്രാമർ വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്യണം കേട്ടോ. അപ്പം ഗ്രാമർ ഒരു പ്രാവശ്യം കൂടെ പഠിക്കുക, സമയമുണ്ടല്ലോ. ഇപ്പോൾ റിപ്പോർട്ട് സ്പീച്ചാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്യുക. ഇഫ് ക്ലോസ് ആണ് വീണ്ടും ഒന്ന് ക്ലാരിഫിക്കേഷൻ വേണ്ടെങ്കിൽ അതൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചെടുക്കുക. അപ്പോൾ വേണ്ടതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലോ നോട്ട്ബുക്കിലോ ഒന്ന് നോട്ട് ചെയ്യുക, അടുത്ത ദിവസങ്ങളിൽ പഠിക്കുക. Page number 36, activity 2. There is another example or another worksheet to practice cohesive device. Then let's move on to unit 2, words and deeds. അപ്പോൾ അതിലെ ഫസ്റ്റ് ലെസൺ ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെൻ ഗാന്ധി. And then Gandhi came into Indian politics. When India was in dire need of a correct politician, Gandhiji entered into Indian politics like a beam of light, like a whirlwind. മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ഗാന്ധിജി കെയിം ഇൻ ടു ഇന്ത്യൻ പൊളിറ്റിക്സ്, എങ്ങനെയാണ് വന്നത് അല്ലേ. അപ്പോൾ അതിന് കുറച്ചൊരു അപ്പോൾ ടെക്സ്റ്റ് വായിച്ചാലും ഇത് ടെക്സ്റ്റ് ശരിക്കും ഈ ലെസൺ ആൻഡ് ദെൻ ഗാന്ധി കെയിം ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിച്ചാൽ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, എഴുതുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, അണ്ടർലൈൻ ചെയ്യണം. കാരണം ഒത്തിരി ലെങ്തി ആയിട്ട് ഒരു 2 പേജൊക്കെ എഴുതി വയ്ക്കുമ്പോൾ ടീച്ചേഴ്സിന് പെട്ടെന്ന് നിങ്ങൾ എഴുതിയതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് ചില ടീച്ചേഴ്സിന് അറിയില്ല. പക്ഷേ വെൻ യു അണ്ടർലൈൻ എ പോയിൻറ്റ് there is a chance to get more marks for your exam കേട്ടോ. ഇപ്പോൾ ഒരു 8 മാർക്സിൻ്റെയും 6 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് എന്തായാലും പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ പേജ് നമ്പർ 40 ലാസ്റ്റ്, he was like a powerful current of fresh air, like a beam of light that pierced the darkness and removed the scales from our eyes like a whirlwind. ഓക്കെ, അതുപോലെ തന്നെ അതിലെ മുന്നത്തെ പേജ് ഒന്ന് നോക്കിയേ, പേജ് നമ്പർ 39 മഹാത്മാഗാന്ധി എന്നൊരു ഒരു പേജ് കിടപ്പുണ്ട്, ഒരു കോളം കിടപ്പുണ്ട് അല്ലേ. അതിൽ കുറേ പോയിൻറ്റ്സ് ഗാന്ധിജിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ഗാന്ധിയൻ ഐഡിയാസിനെ കുറിച്ചുള്ളൊരു സ്പീച്ച് ഈ ലെസൺ ആൻഡ് ദെൻ ഗാന്ധി കെയിം ബേസ് ചെയ്ത് 8 മാർക്സിനൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ ഒന്ന് ഒരു ലാസ്റ്റ് പോയം അപ്രീസിയേഷൻ, പിന്നൊന്ന് ഈ ലെസൺ ബേസ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ഐ വിൽ ഫ്ലൈ, ദെൻ ദ സെറാങ് ഓഫ് റാണഗഞ്ചി, അതൊക്കെ ബേസ് ചെയ്തായിരിക്കും 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ലെസണിൽ ഗാന്ധിയൻ വാല്യൂസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എ സ്പീച്ച് ഓൺ ഗാന്ധിയൻ വാല്യൂസ്. അപ്പോൾ അത് പഠിക്കുക കേട്ടോ. അത് നല്ലൊരു ലാംഗ്വേജിൽ നല്ലൊരു ആൻസറാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അതൊന്ന് നോക്കി പഠിക്കുക. പിന്നെ ഇത് ബേസ് ചെയ്ത് വരുമ്പോൾ ഇതിലെ പോയിൻറ്റ്സ് മഹാത്മാഗാന്ധിയിലെ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. എ ലീഡർ ഓഫ് ഹിസ് പീപ്പിൾ അൺസപ്പോർട്ടഡ് ബൈ എനി ഔട്ട്വേർഡ് അതോറിറ്റി, എ വിക്ടോറിയസ് ലിഫ്റ്റിംഗ് ഓഫ് ഹിസ് പീപ്പിൾ ആൻഡ് ദ ബെറ്റർമെൻറ്റ് ഓഫ് ദെയർ ലോട്ട്, എ മാൻ ഹു ഹാസ് കൺഫ്രണ്ടഡ് വിത്ത് ദ ബ്രൂട്ടാലിറ്റി ഓഫ് യൂറോപ്പ്, ദ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്. ഓക്കെ, അപ്പോൾ അതിലെ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഈ അബൌട്ട് മഹാത്മാഗാന്ധിയിലെ കുറേ പോയിൻറ്റ്സ് ഒന്ന് നോക്കുക. Okay, then move on to page number 41. അതിൽ first paragraph, the essence of his teaching was fearlessness and truth. Then he told about abhaya. Abhaya means fearlessness. What is abhaya? That is fearlessness. That is not merely bodily courage, but the absence of fear from the mind. Then page number 41 last, what did Gandhiji do to remove fear from the minds of the people? Why was Gandhiji compared to a psychologist and a right side ഉള്ള ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക കേട്ടോ. അതിൻ്റെ ആൻസേഴ്സൊക്കെ അതിനകത്തുണ്ട്. എങ്ങനെയാണ് ഗാന്ധിജി ആൾക്കാരുടെ ഇടയിൽ ഒരു സൈക്കോളജിക്കൽ ചേഞ്ചസ് എങ്ങനെയാണ് വരുത്തിയത്, അതൊക്കെ ഒന്ന് നോക്കി പഠിക്കുക. നിങ്ങളൊന്ന് പഠിക്കുക, സമയം ഉണ്ട്. ഞാൻ ആ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞതനുസരിച്ച് ഈ പറയുന്നതൊക്കെ ഒന്ന് പഠിക്കുക. ദെൻ പേജ് നമ്പർ 43, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. This is the India of my dreams.
വാട്ട് വാസ് ഗാന്ധിജീസ് ഡ്രീം അബൌട്ട് ഇന്ത്യ? ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ ഡ്രീം എന്തായിരുന്നു? അല്ലേ? പേജ് നമ്പർ 43, തേർഡ് പാരഗ്രാഫ്. അത് അതുപോലെ പഠിക്കുക. ഐ ഷാൽ വർക്ക് ഫോർ ആൻ ഇന്ത്യ ഇൻ വിച്ച് ദ പുവറസ്റ്റ് ഷാൽ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദയർ കൺട്രി, ഇൻ there there shall be no high class and low class of people, an India in which all communities shall live in perfect harmony. There can be no room in such an India for the curse of untouchability. There can be then untouchability or the curse of intoxicating drinks and drugs. Women will enjoy the same right as men. This is the India of my dreams. What was the dream of Gandhiji about India? അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആ പാരഗ്രാഫിൽ നെക്സ്റ്റ്, വാട്ട് വാസ് ഗാന്ധിജീസ് ഐഡിയ അബൌട്ട് കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ? ഓക്കെ, വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി വാസ് ദ എസെൻഷ്യൽ കൾച്ചർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ ഐഡിയാസ് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. ദെൻ last paragraph, page number 44, that says about the qualities of Gandhiji. A man who stood for equality and freedom for each individual. A man who fascinated the masses of India and attracted them like a magnet. Then he linked the past with the future. ഓക്കെ, അങ്ങനെ ഇതിലെ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കുക. പേജ് നമ്പർ 45 അത് നിങ്ങൾ ടെക്സ്റ്റിൽ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. മെയിൻ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. പേജ് 46, എ സ്പീച്ച് ഓൺ ഗാന്ധിയൻ ഐഡിയാസ്. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റ്, വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഇപ്പോൾ അതൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്, ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ക്വസ്റ്റ്യൻസ്, എഗെയിൻസ്റ്റ് ആയിട്ടും അതിനെ സപ്പോർട്ട് ചെയ്തും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നതിന് ശേഷം 4 സെൻറ്റൻസസ് എഴുതാൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അത് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോർ ഓർ ഇൻ ഫേവർ ഓഫ് അങ്ങനെ ചോദിക്കാം. അപ്പോൾ ആ തരുന്ന സെൻറ്റൻസ് നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനെ സപ്പോർട്ട് ചെയ്താണെങ്കിൽ യെസ് അല്ലേ, എന്തുകൊണ്ടാണ് അത് യെസ് ആയത്, അല്ലെങ്കിൽ വൈ യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ പോയിൻറ്റ്സ് 1 2 3 4. അത് നിങ്ങൾ ഡിസഗ്രി ചെയ്യുവാണെങ്കിൽ വൈ യു ഡിസഗ്രി ദി സ്റ്റേറ്റ്മെൻറ്റ് 1 2 3 4 അങ്ങനെ പോയിൻറ്റ്സ് നമ്പർ ഇട്ട് തന്നെ എഴുതുക. പേജ് നമ്പർ 47, എ ലെറ്റർ ഫ്രം, ദെൻ ഡേറ്റ് ടു, ലാസ്റ്റ് യുവേഴ്സ് ട്രൂലി ഓർ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കേട്ടോ. അപ്പോൾ അത് യുവേഴ്സ് എന്ന് എഴുതുമ്പോൾ അപ്പോസ്ട്രഫി വേണ്ട, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലെറ്റർ ഫോമാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഫ്രം, ടു, സർ, സബ്ജക്റ്റ്, മാറ്റർ എഴുതുക, ലാസ്റ്റ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ, ദ ലെഫ്റ്റ് സൈഡ് പ്ലേസ്, ഡേറ്റ്. അത് ഓൾഡ് ഫോമാറ്റാണ്. അത് എഴുതിയാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ടീച്ചേഴ്സൊക്കെ ഇച്ചിരി പ്രായമുള്ളവരൊക്കെ പഴയ ഫോമാറ്റായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ഫോമാറ്റ് ആയാലും കറക്റ്റ് ആയിരിക്കും. ആദ്യം ഫ്രം അഡ്രസ്, ദെൻ ടു അഡ്രസ്, ദെൻ സർ, ദെൻ സബ്ജക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 48, കൺകോഡ്. കൺകോഡ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്. ഇന്ന സബ്ജക്റ്റ് വരുമ്പോൾ അതിലെ വേർബ് എങ്ങനെ ചേഞ്ച് ആകും, അതാണ് കൺകോഡ്. അപ്പോൾ ഈ പേജ് നമ്പർ 48 കൺകോഡ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് എഡിറ്റിങ്ങിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ കൺകോഡ് ഇതിലെ എല്ലാ പോയിൻറ്റ്സും സിംപ്ലിഫൈ ചെയ്ത് 2-3 എണ്ണം ഞാൻ ഒരുമിച്ചാക്കി കൺകോഡ് എന്നുള്ള ആ വീഡിയോയിലുണ്ട്. എല്ലാം മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റേ ഉള്ളൂ. നമ്മളൊരു വീഡിയോ ഓൺ ചെയ്ത് വീട്ടിൽ ഒന്ന് സൗണ്ട് ഇട്ട് വെച്ചേക്കുക. അപ്പോൾ പാരൻസ് ഒന്നും നിങ്ങളെ വഴക്ക് പറയില്ല. അല്ലാതെ നിങ്ങൾ ഫോൺ മറ്റു കാര്യങ്ങൾക്ക് മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് മിക്കവാറും പാരൻസ് ഫോൺ തരാത്തത്, എസ്പെഷ്യലി എക്സാം ടൈമിന്. അപ്പോൾ ഈ സൗണ്ട് വെച്ച് സെറ്റ് യൂസ് ചെയ്യുക. മിസ്സേ +2 ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്, എടുക്കാം കേട്ടോ. എക്സാമിന് തൊട്ട് മുന്നേ ഒന്ന് റിവൈസ് ചെയ്ത് തരാം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാതെ നിങ്ങൾ പഠിക്കുന്ന ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ്, അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് സൗണ്ട് വെച്ച് കേൾക്കുക കേട്ടോ. സൗണ്ട് വെച്ച് കേൾക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവും നിങ്ങൾ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കൺകോഡിൽ 1-2 പോയിൻറ്റ്സ് ഏതാ, വൺ ഓഫ് വരുമ്പോൾ അടുത്ത സബ്ജക്റ്റ് പ്ലൂറലാണ്. എക്സാമ്പിൾ, വൺ ഓഫ് ദ ബോയ്സ്,
വൺ ഓഫ് ദ ടീച്ചേഴ്സ്, വൺ ഓഫ് ദ ഗേൾസ്, വൺ ഓഫ് ദ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ വൺ ഓഫ് വരുമ്പോൾ കുറേ പേരിൽ ഒരാളെന്നാണ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കുറേ ബോയ്സ് ഉണ്ട്. വൺ ഓഫ് ദ ബോയ്സ് ഈസ് മിസ്സിങ്. അത് മറന്നു വരുന്നത്. വൺ ഓഫ് ദ ബോയ്സ് ഈസ്, കാരണം കുറേ പേരിൽ ഒരാൾ, അപ്പോൾ അവിടെ ഈസ് ആണ് വരുന്നത്. വൺ ഓഫ് ദ ബോയ്സ് ഈസ് മിസ്സിങ് ഇൻ ദ ക്ലാസ്. വൺ ഓഫ് ദ ടീച്ചേഴ്സ് ഈസ് ടേക്കിംഗ് ക്ലാസ്. ഓക്കെ, അപ്പോൾ അവിടെ ഈസ് ആണ് വരുന്നത്. അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ പ്ലൂറലായിട്ട് തോന്നും, പക്ഷേ അത് സിംഗുലറാണ്. ദ ന്യൂസ് ഈസ്, ദ ന്യൂസ് ഈസ് ഫേക്ക്. ഓക്കെ, ഇപ്പം ന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കത് പ്ലൂറലായിട്ട് തോന്നും, പക്ഷേ അത് സിംഗുലറാണ്. ദ ന്യൂസ് ഈസ് ഫേക്ക്. ദാറ്റ് ഫർണിച്ചർ ഈസ് ഗുഡ്. ഒറ്റ ഇതായിട്ട് എടുക്കുക. ദ ഫർണിച്ചർ ഈസ്. 5 pounds ഈസ് വെരി ഹൈ. 5 pounds ഈസ്. ഓക്കെ, അത് ഒറ്റ നൗണായിട്ടാണ് നമ്മൾ, കളക്റ്റീവ് നൗണാണ്, ഒറ്റ നൗണായിട്ടാണ് എടുക്കുമ്പോൾ, അപ്പോൾ അത് സിംഗുലറാണ്. അതുപോലെ 20 rupees, 5 kilometers എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് 5 kilometers അല്ലേ, അപ്പോൾ പ്ലൂറലാ. അല്ല, 5 kilometers ഈസ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സെൻറ്റൻസൊക്കെയാണ് നിങ്ങൾക്ക് എഡിറ്റിങ്ങിന് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഈച്ച്, എവ്രി, ഈച്ച് വൺ ഓഫ് യു അല്ലേ, ഈച്ച് വൺ ഓഫ് യു ഹാസ്. ഓക്കെ, പ്ലൂറൽ അല്ല. വൺ, എനി വൺ, എവ്രി വൺ അല്ലേ, എവ്രി വൺ എല്ലാവരും ഒറ്റയാണ്, അവിടെ സിംഗുലറാണ്. പിന്നെ വരുന്നത് ഐദർ ഓർ, നൈദർ നോർ. അതുപോലെ രണ്ട് സെൻറ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ ടു സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആസ് വെൽ ആസ്, റാദർ ദാൻ, മോർ ദാൻ, ആസ് മച്ച് ആസ് ദ വെർബ് എഗ്രീസ് ദ ഫസ്റ്റ് സബ്ജക്ട്സ് അല്ലേ. ഇങ്ങനെ രണ്ട് സെൻറ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ ഈ വേർഡ്സ് യൂസ് ചെയ്താൽ അവിടെ വേർബ് മാറുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ്, രണ്ട് സബ്ജക്റ്റ് ആണ് മാറുന്നത്. അതിനൊരു എക്സാമ്പിൾ, ദ ഗേൾസ് ആസ് വെൽ ദെയർ ടീച്ചർ ഹാവ് ലെഫ്റ്റ്. അവിടെ ഹാവ് ലെഫ്റ്റ് ആണോ ഹാസ് ലെഫ്റ്റ് ആണോ വരുന്നതെന്ന് ഡൗട്ട് വരും. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഹാവ് അല്ലെങ്കിൽ ഹാസ് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആ സെൻറ്റൻസ് ദ ഗേൾസ് നോക്കിക്കോളൂ. ദ ഗേൾസ് ആസ് വെൽ ആസ് ദെയർ ടീച്ചർ ഹാവ്, ആസ് വെൽ ആസ് വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ദ ഗേൾസ് ആയതുകൊണ്ട് അവിടെ ഹാവ് വന്നു. ഓക്കെ, അതുപോലെ എ ഗുഡ് ഡീൽ ഓഫ് ടൈം വാസ്. എ ഗുഡ് ഡീൽ ഓഫ് വരുമ്പോൾ വാസ് സിംഗുലറാണ് യൂസ് ചെയ്യുന്നത്. പേജ് നമ്പർ 49 ഈ കൺകോഡിൻ്റെ കുറച്ച് പ്രാക്ടീസ് തന്നിട്ടുണ്ട്. ഐദർ രാജേഷ് ഓർ ഫ്രണ്ട്സ് ഹാവ്. കാരണം ഒരു സെൻറ്റൻസിൽ ഐദർ ഓർ, നൈദർ, നോ വരികയാണെങ്കിൽ വേർബ് മാറുന്നത് അതിൻ്റെ ആ വേർബിൻ്റെ തൊട്ടടുത്ത സബ്ജക്റ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് come. Neither of us likes. The boy along with the tourist has. Along with വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ചാണ് വേർബ് മാറുന്നത്. Then 5 miles is not a short distance. Then every one of you has. Every one of you, anyone ടീച്ചേഴ്സ് സാധാരണ ചോദിക്കില്ലേ, anyone tell me the answer. ഒത്തിരി കുട്ടികൾ ഇരിപ്പുണ്ട്, anyone tell me the answer. anyone means ഒരാൾ അല്ലേ, ഒരാൾ. എവ്രി വൺ ഷുഡ് വർക്ക്, ഓരോരുത്തരും. ഓക്കെ, അതൊക്കെ സിംഗുലറാണ്, ഒറ്റ നൗണാണ്. അതിൻ്റെ എക്സാമ്പിൾസ് അവിടെ ഉണ്ട്, പേജ് നമ്പർ 49. ഓക്കെ, നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാം ടൈം ആയതുകൊണ്ട് ഞാൻ ഓടിച്ച ആൻസേഴ്സ് പറഞ്ഞു പോകാം. കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഈച്ച് ഓഫ് എംപ്ലോയീസ് ആർ അല്ല ഈസ്. ഈച്ച് വൺ, എനി വൺ, എവ്രി വൺ ഈസ്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് ആബ്സെൻറ്റ്. നൈദർ ലാൽ നോ ഹിസ് റിലേറ്റീവ്സ് ഹാവ് അറൈവ്ഡ് അല്ലേ. നൈദർ നോർ വരുമ്പോൾ അവിടെ ഹാസോ ഹാവോ വരുന്നതിന് തൊട്ടടുത്ത വേർബ് അനുസരിച്ചാണ് മാറുന്നത്. റിലേറ്റീവ്സ് ആയതുകൊണ്ട് പ്ലൂറൽ ഹാവ്. One of us has. Then number 5, neither the man nor the books placed on the table needs alla need കാരണം ബുക്സ് അതുകൊണ്ടാണ്. Then number 7, there is a lot of people അല്ല, അവിടെ people സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും യൂസ് ചെയ്യും, അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും. ഓക്കെ, അവിടെ വരുന്നത് there are a lot of people. Then the police is closely watching. Next, number 9, the price of vegetables
is. The price of vegetables is. Then 10, keep all the luggage. ലഗേജസ് ഇല്ല, ലഗേജ് ഒന്നായിട്ടാണ് ലഗേജ്. ഫേർണിച്ചർ, അല്ലേ, കട്ട്ലറി, ക്ലോത്തിങ്, ക്രോക്കറി, ട്രാഫിക്, അതെല്ലാം ഒറ്റയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 51, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ തന്നിട്ടുണ്ട്, അല്ലേ. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് സുനിതാസ് ഫേവറേറ്റ് വേൾഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്? സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ, അത് ഏത് ലെസൺ ബേസ് ചെയ്തും നിങ്ങൾക്ക് ചോദിക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ, ഹൗ ദ ടൈറ്റിൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദിസ് ലെസൺ, ഈസ് ഇറ്റ്സ് ആപ്റ്റ് ഓർ സ്യൂട്ടബിൾ, അല്ലേ. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുക. ദ ടൈറ്റിൽ ഈസ് വെരി ആപ്റ്റ് ടു ദ സ്റ്റോറി ബിക്കോസ് ഇന്ന കാര്യങ്ങൾ. ഓക്കെ, ചിലപ്പോൾ ചോദിക്കും സജസ്റ്റ് അനദർ ടൈറ്റിൽ. ഈ ലെസൺ ഈ ഒരു ടൈറ്റിലാണ്, സജസ്റ്റ് അനദർ ടൈറ്റിൽ, മറ്റൊരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതുക, ഏത് എഴുതിയാലും ഈസിയാണ്. അതിനോടൊപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ മോഡൽ എക്സാമിന് വന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് പ്രിസി റൈറ്റിംഗ്, അല്ലേ. പ്രിസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? 1/3 ഓഫ് ദ പാരഗ്രാഫ്, തന്ന ആ ഒരു ലെങ്തിയായ പാരഗ്രാഫിൻ്റെ വളരെ ഷോർട്ടായിട്ട്, അല്ലേ, വളരെ ഷോർട്ടായിട്ട് അതിനെ ഒരു സംഗ്രഹം, അല്ലേ, സമ്മറി, ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് സെലക്ട് ചെയ്ത് എഴുതുന്നതാണ് പ്രിസി റൈറ്റിംഗ്. പ്രിസി റൈറ്റിംഗ് 3 or 4 മാർക്സിനാണ് ചോദിക്കുന്നത്. പ്രിസി റൈറ്റിംഗ് ചോദിക്കുമ്പോൾ ആ ഒരു പാസേജ് 1-2 പ്രാവശ്യം വായിച്ചതിന് ശേഷം ഒരു ടൈറ്റിൽ കൊടുക്കുക. ആ ടൈറ്റിൽ കൊടുക്കുന്നതിന് 1 മാർക്ക്, പ്രിസി റൈറ്റിങ്ങിന് ടൈറ്റിലിന് 1 മാർക്ക്. പിന്നെ ആ തന്നിരിക്കുന്നത് വായിച്ചിട്ട് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതുക. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു 2-3 പോയിന്റ്സ് എഴുതിയാൽ മതി. നമ്മുടെ ആൻസർ പേപ്പറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇച്ചിരി ഞാൻ കാണിക്കുന്നില്ലേ, ഇത്രയുമേ നിങ്ങൾ പ്രിസി റൈറ്റിംഗ് എഴുതാവൂ. ലെങ്തി ആയിട്ട് എഴുതരുത്, നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആയിരിക്കും. പിന്നെ പ്രിസി റൈറ്റിങ്ങിന് കൊട്ടേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അത് തരുന്ന പാസേജിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ്സ് ഒരു പാസേജ്, ചെറിയൊരു കുഞ്ഞു പാസേജായിട്ട് എഴുതുക. ദാറ്റ് ഈസ് പ്രിസി റൈറ്റിംഗ്. ഓക്കെ, അതാണ്. പിന്നെ ചിലപ്പോൾ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ 8 മാർക്സിന് ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമേ. +2 ഉള്ളതാണ്. എന്നാലും നമ്മുടെ ഈ +1 ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് പേജ് നമ്പർ 181 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിയേ, അവിടെ ഒരു എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റിയിൽ ആക്ടിവിറ്റി 1 ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് CV. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക വിത്ത് യുവർ ബയോഡേറ്റ ഓർ റെസ്യൂമേ ഓർ CV മീൻസ് കരിക്കുലം വീറ്റേ. അതിൻ്റെ കരിക്കുലം വീറ്റയിലെ ആദ്യത്തെ ലെറ്റേഴ്സാണ് CV. ഓക്കെ, അപ്പോൾ അത് സിമ്പിളാണ് കേട്ടോ. അതുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ച് എഴുതുക, 8 മാർക്സും ഫുൾ കിട്ടും. ഇപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ സുനിതാസ് ഫേവറേറ്റ് വേൾഡ് എന്ന് സെർച്ച് ചെയ്ത് അതൊന്ന് നോക്കുക. ഒരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോമാറ്റിൽ ആപ്ലിക്കേഷൻ എഴുതുക. അതുപോലെ തന്നെ ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂമേ എഴുതുക. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച പേട്ട ബോയ്സ്, തിരുവനന്തപുരത്തെ പേട്ട ബോയ്സ് സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ എൻ്റെ ആ ഒരു ആൻസേഴ്സ് തന്നെ ഞാൻ നമ്മുടെ പ്രൊജക്ടറിലിട്ട് ഈസി ആയിട്ട് സ്പീഡായിട്ട് പിള്ളേർ പഠിച്ചു. എല്ലാ ലെറ്റേഴ്സിൻ്റെയും ഫോമാറ്റ്, ജോബ് ആപ്ലിക്കേഷൻ, അല്ലേ, അതിൽ ആരെങ്കിലും ക്ലാസ് ഇതിൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മ വരും. അതുപോലെ ഇപ്പോൾ നമ്മുടെ പിള്ളേർക്ക്, അല്ലേ, നമ്മുടെ സ്കൂളിലെ എൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്ക് എല്ലാം ഞാൻ തന്നിട്ടുണ്ട്, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും. അപ്പോൾ അത് നിങ്ങൾ ഞാൻ പറഞ്ഞു പോയത് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലാണ്. ഓക്കെ, ബാലരാമപുരം പവറായിട്ട് കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് നിങ്ങൾക്കാണ്. ഉറപ്പായും ഫുൾ മാർക്ക് ഇംഗ്ലീഷിന് വാങ്ങിച്ചേക്കണം കേട്ടോ. ഉറപ്പായും ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് വാങ്ങിച്ചേക്കണം. പിന്നെ ഇപ്പോൾ ട്രാവൽസയുടെ ഡൗട്ട്സ് ഞാൻ ആ ലെസൺ വരുമ്പോൾ പറയാം കേട്ടോ. ആ സമയത്ത് നിങ്ങൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ, ദെൻ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗീസ് മദർ, ഗുപ്ത, അല്ലേ, റാങ്ക്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചു നമുക്ക് ആ സ്റ്റോറി അറിയാമെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് എഴുതാം. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ യു ഷുഡ് അണ്ടർലൈൻ ദ ക്വാളിറ്റീസ് ഓഫ് ദാറ്റ് പേഴ്സൺ. റൈറ്റ് ദ ഹെഡിങ് ഓഫ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ആസ് ഹെഡിങ്, ദെൻ റൈറ്റ് ബിഗിൻ വിത്ത് ദ ഗുഡ് ക്വാളിറ്റി, വൺ ഓഫ് ദ ഗുഡ് ക്വാളിറ്റീസ് ഓഫ് ദാറ്റ് പേഴ്സൺ. നല്ലൊരു ക്വാളിറ്റി പറഞ്ഞു തന്നെ. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ സ്കെച്ച്. പിന്നെ അതിൽ വരുന്നത് റോൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് സൂപ്പർസ്റ്റിഷൻ ഇൻ ദ സ്റ്റോറി, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിന് വന്നല്ലോ, ഏതാ
റോൾ ഓഫ് ഫെയ്ത്ത് ഇൻ ദ സ്റ്റോറി. അപ്പോൾ അത് തിരിച്ച് ചിലപ്പോൾ സൂപ്പർസ്റ്റിഷനെ കുറിച്ചാകാം. അപ്പോൾ എനിവേ അത് ചോദിച്ചാൽ അതിൽ ആ പോയിന്റ്സ് നോക്കുക, അത് അണ്ടർലൈൻ ചെയ്യുകയും വേണം കേട്ടോ. പിന്നെ ഈ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ ഡയലോഗ്സ് എടുത്താണ് മിക്കവാറും റിപ്പോർട്ടർ സ്പീച്ച് ചോദിക്കുന്നത്. റിപ്പോർട്ടർ സ്പീച്ച് ഈസിയാണ്. നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, ഒരു ഹൗ ക്യാൻ വി റിപ്പോർട്ട് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ നോർമൽ സെൻറ്റൻസ്, how can we report a WH question, how can we report an yes or no question, how can we report an imperative sentence അല്ലേ. അപ്പോൾ അത് ഓരോന്നും നമുക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കണം കേട്ടോ. മോഡൽ എക്സാം പോലെ തന്നെ പോലെയാണോ എക്സാം എന്ന് ചോദിച്ചാൽ അതിലെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും. പിന്നെ അതേ ടൈപ്പ് തന്നെ വരണമെന്നില്ല. കാരണം ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് ഒരു ടീച്ചറാണ്, അടുത്ത പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് വേറൊരു ടീച്ചറായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആ ടീച്ചറിന് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചാൽ അതും ചോദിക്കാം. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാറുണ്ട്. കാരണം അതിലും ഇമ്പോർട്ടൻ്റ് ആയത് അടുത്ത ടീച്ചറിനും വരുമല്ലോ അല്ലേ. സാധാരണ 4 ക്വസ്റ്റ്യൻസ് അറ്റ് എ ടൈം സെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഒരെണ്ണം വരും, ഒരെണ്ണം ഇംപ്രൂവ്മെൻ്റ് എക്സാമിന്, ഒരെണ്ണം സേ എക്സാം നിങ്ങൾക്ക് വരാറില്ല +2കാർക്ക്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ അഥവാ ഒരു ക്വസ്റ്റ്യൻ ലീക്ക് ഔട്ട് ആവുകയാണെങ്കിൽ ഉടനെ തന്നെ ആ സെറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്ത് പ്രിൻ്റ് ചെയ്താണ് ഉടനെ എക്സാം വരുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പും വരാം. നമ്മളൊന്ന് പഠിച്ചിരിക്കുക, നിങ്ങൾ കോൺഫിഡൻറ്റോടുകൂടെ എഴുതുക, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പം നമ്മളൊക്കെ അല്ലേ നമ്മൾ വാല്യൂ ചെയ്യുന്നത്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ. എന്നാലും നല്ല ലാംഗ്വേജ് ഇല്ലെങ്കിൽ ടീച്ചേഴ്സും മാർക്ക് തരാറില്ല. കേണ്ട, നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അതിൽ അപ്പോൾ ഇത് ബേസ് ചെയ്ത് റിപ്പോർട്ടർ സ്പീച്ച് ഒന്ന് നോക്കുക. ദെൻ നെക്സ്റ്റ് ലെസൺ അതിലെ ക്യാരക്ടർ സ്കെച്ച്, ക്യാരക്ടർ സ്കെച്ച് അതിലെ മാഗിയുടെ നോക്കിക്കോണം നിങ്ങൾ. എന്താ ഞാൻ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി ഒന്ന് നോക്കണം. എത്ര പോയിൻറ്റ്സാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. മിക്കവാറും ആൻസേഴ്സ് ഞാൻ ടൈപ്പ് ചെയ്ത് റെഡിങ് ഇട്ട് അണ്ടർലൈൻ ചെയ്ത് ഇച്ചിരി പാടുപെട്ടാണ് ആ കോവിഡ് ടൈമിലൊക്കെ ഓൺലൈൻ ടൈമിൽ ഞാൻ വീട്ടിലിരുന്ന കുട്ടികൾക്ക് അപ്ലോഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയേക്കുക, നല്ല യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. മോഡലിന് ഒരു ക്യാരക്ടർ സ്കെച്ച് പോലും ചോദിച്ചില്ല ഒരാൾ ആണോ? എന്നാൽ ചിലപ്പോൾ ഈ അടുത്ത എക്സാമിന് വരാം. അപ്പോൾ ഈ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരണമെന്നില്ല, കാരണം കുറേ ക്വസ്റ്റ്യൻസല്ലേ വരുള്ളൂ. അപ്പോൾ കുറേയൊക്കെ കിട്ടും, കുറേ കിട്ടും. അത് ഓരോരുത്തർ സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പോലെ ഇരിക്കും, സാരമില്ല. ഇറ്റ്സ് ഓക്കെ. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആകേണ്ട കേട്ടോ. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. എക്സാമിന് ഇച്ചിരി മാർക്ക് കുറഞ്ഞാലും വിഷമിക്കേണ്ട, അതൊന്നൊരു ജീവിതത്തിലൊരു പ്രശ്നമല്ല. പേജ് നമ്പർ 65, ആക്ടിവിറ്റി 5, എ റൈറ്റപ്പ്. അത് ചോദിക്കാറുണ്ട്. Maggie wants to do a work that needs the brain. What type of work do you like to have in your life? നിങ്ങൾ ഏത് ടൈപ്പ് ജോലിയാണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് യുവർ ഡ്രീം ജോബ്. അതിപ്പോൾ ചോദിച്ചു അല്ലേ. അങ്ങനെ ചോദിക്കാം. നമ്മുടെ ഒരു ഡ്രീം ജോബിനെ കുറിച്ച്, നമ്മുടെ സ്വപ്നം ഒരു ജോലി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡ്രീം കാണുമല്ലോ, ഇന്ന ജോലി ചെയ്യണം, എനിക്ക് ഇന്ന ജോലി ചെയ്താൽ നല്ലതാണ്. എന്നാൽ ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ നേടും, എന്ത് പഠിക്കണം, എന്തൊക്കെ നിങ്ങൾ ചെയ്യും, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ഡ്രീം ജോബ് വച്ചേക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ജനറലായിട്ട് ചോദിക്കുകയാണെങ്കിൽ എഴുതുക. ദെൻ ലെറ്റർ മേ ബി ആസ്ക്ഡ്. ലെറ്റർ വരാം, ഇമെയിൽ വരാം. അതായത് ഇപ്പോൾ മാഗി ഗുപ്തയ്ക്ക് അയക്കുന്ന ഒരു ലെറ്റർ, അല്ലെങ്കിൽ ഗുപ്ത തിരിച്ചു അയക്കുന്ന ഒരു റിപ്ലൈ വരാം. ഡിബേറ്റ് എന്തുവാന്ന് ഒരാളിപ്പം മെസ്സേജ് ചെയ്യുകയാണ്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് തന്നതിന് ശേഷം ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഇടുമല്ലോ ഡിബേറ്റ്, ഒരു ടോപ്പിക്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടീച്ചർ പറയുകയാണ്, അതിനെക്കുറിച്ചൊരു തർക്കം അല്ലേ. ചിലർ അതിനെ സപ്പോർട്ട് ചെയ്യും, ചിലർ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയും. അതാണ് ഡിബേറ്റ്, തർക്കം. ഇപ്പോൾ ചിലർ പറയാണ് വിമൻ എംപവർമെൻറ്റ്, നമ്മൾ വിമൻ അല്ലേ, അവർക്ക് നമ്മൾ വിമൻ എല്ലാം എംപവേർഡ് ആണ്. അപ്പോൾ കുറേ പേര് അതിനെ സപ്പോർട്ട് ചെയ്യും, കുറേ പേര് അല്ല, അവരിപ്പോഴും എംപവേർഡ് അല്ല. അപ്പോൾ അതാണ് അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എംപവേർഡ് ആണെങ്കിൽ യെസ്, വിമൻ ആർ എംപവേർഡ് ഇൻ അവർ സൊസൈറ്റി ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഹൈ പോസ്റ്റ് they have or now women they are in high positions അല്ലേ. അപ്പം അങ്ങനെ ഓരോന്നിനെയും നമ്മൾ
തർക്കിച്ച് പറഞ്ഞ് ഒരു 4 പോയിൻറ്റ്സ് എഴുതുക. അതാണ് ഡിബേറ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ലെറ്റർ വരാം, ഒഫീഷ്യൽ ലെറ്റർ വരാം, ഫ്രണ്ട്ലി ലെറ്റർ വരാം, ഇമെയിൽ വരാം, ദെൻ ക്രിട്ടിക്കൽ റിവ്യൂ വരാം. ദെൻ പേജ് നമ്പർ 67 ഡെത്ത് ദ ലെവലർ അല്ലേ, ഡെത്ത് ദ ലെവലർ. ആ പോയം ഇമ്പോർട്ടൻ്റ് ആണ്, ജെയിംസ് ഷെല്ലിയുടെ പോയം. അത് അറിയാമല്ലോ അല്ലേ, സിമ്പിളാണ്. അതിലെ ഒന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കട്ടെ, പറയുമെന്നറിയാം. Death lays his icy hands on kings. Which is the figure of speech used there? Which is the figure of speech used there? പെട്ടെന്ന് പറഞ്ഞേ. Death lays his icy hands on kings. Which is the figure of speech? വെരി ഗുഡ്, പേഴ്സോണിഫിക്കേഷൻ. കാരണം അവിടെ ഡെത്തിനെ ഒരു പേഴ്സണായിട്ട് പറയാണ്. ഡെത്ത് ലേസ് ഹിസ് ഹാൻഡ്സ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്. പേഴ്സോണിഫിക്കേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ scepter and crown must tumble down. What does scepter and crown represent? Scepter and crown represents ചെങ്കോലും കിരീടവും. That represents the king. The king, okay. Then another, the scythe and spade. Oxymoron അല്ല, മെറ്റോണമിയാണ് കേട്ടോ അവിടെ യൂസ് ചെയ്യുന്നത്. മെറ്റോണമിയാണ്. സൈത്ത് ആൻഡ് സ്പേഡ്, മെറ്റോണമി. മെറ്റോണമി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മറ്റൊരെണ്ണത്തിന് പകരമായിട്ട് പറയുന്നത് അല്ലേ. വൺ സ്റ്റാൻഡ്സ് ഫോർ അനദർ, ദാറ്റ് ഈസ് മെറ്റോണമി. അപ്പോൾ ഇവിടെ ഹിയർ സൈത്ത് ആൻഡ് സ്പേഡ് ദാറ്റ് റിപ്രസെൻറ്റ്സ് ദ ഫാമർ, ദ പുവർ പീപ്പിൾ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പുവർ എഴുതി, കറക്റ്റാണ്. ഫാമർ ഓ പുവർ പീപ്പിൾ. വിച്ച് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച്? മെറ്റോണമി. മെറ്റോണമി, വെരി ഗുഡ്. Then last stanza is important. Death's purple altar. What does the death's purple altar refer? എന്താണ് അവിടെ ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടർ എന്ന് റെഫർ ചെയ്യുന്നത് അല്ലേ? ഡെത്തിൻ്റെ ആ ഒരു പേർപ്പിൾ കളറിലുള്ള ബലിപീഠം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ബാറ്റിൽ ഗ്രൗണ്ട്. ദാറ്റ് ഈസ് ദ ബാറ്റിൽ ഗ്രൗണ്ട് വെയർ ദ സോൾജേഴ്സ് ദേ ബ്ലീഡ് ദയർ ബ്ലഡ്. The blood flows and the ground becomes purple with the color of the blood. That is ബ്ലർബ് ചോദിക്കും. ബ്ലർബ് ഇല്ല കേട്ടോ, നിങ്ങൾക്ക് +1 +2 ഉള്ളൂ. ഓക്കെ, മെറ്റോണമി സ്പെല്ലിംഗ് ശരിക്കും പഠിക്കുക. മെറ്റോണമി സ്പെല്ലിംഗ് METONYMY. നിങ്ങൾ ചിലർ ടൈപ്പ് ചെയ്ത മെസ്സേജ് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് അല്ല, മെറ്റോണമിയാണ് അവിടെ ആൻസർ. ദെൻ ലാസ്റ്റ്, only the actions of the just smell sweet and blossom in their dust. What will remain forever? Everything will vanish when a person dies, but what will remain forever? What will remain forever? What will remain forever? The good deeds done during our lifetime will remain forever. ഇപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. അതിൽ എബൌട്ട് ദ ഓഥറിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കിയേ. ഡെത്ത് ദ ലെവലർ ഈസ് എ ഫ്യൂണറൽ സോങ്. The central idea of the poem is the vanity and impermanence of earthly glory and power. Death knows no distinction and carries alike high, rich and poor, strong and weak, reducing them all to dust. It is only the memory of the good deeds done during our lifetime will remain forever. Okay, അപ്പോൾ about the author, about the poetലെ ലാസ്റ്റ് സെക്കൻഡ് സ്റ്റാൻസ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ്. Activity 1, simple questions ഒക്കെ അറിയാലോ. Why does the poet think that the glories of our blood and state are shadows? Because they are not substantial. They are not permanent, so they are like shadows. അടുത്ത് ഞാൻ പറഞ്ഞതാ. What do scepter and crown and scythe and spade stand for? അല്ലേ, scepter and crown stands for the king. Scythe and spade stands for the farmers. What do they symbolize? അത് സെയിം തന്നെയാണ് കേട്ടോ. അത് ഇപ്പം ഇതിലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഡെത്ത് ദ ലെവലറിലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിലെ അപ്രീസിയേഷന് ലാസ്റ്റ് ഇതിലെ 1 വേർഡ് ആൻസേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കുക കേട്ടോ, ഞാൻ സ്പീഡായിട്ട് പോട്ടെ അല്ലെങ്കിൽ നമുക്ക് തീരില്ല. ദെൻ നെക്സ്റ്റ് ലെസൺ
that is, it emphasizes enjoying the nature. Page number 75, Sunrise on the Hills, a poem written by H.W. Longfellow. അതിൽ നിന്ന് ഇപ്പോൾ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് അറിയാം അല്ലേ? വാട്ട് ഈസ് ദ സൺസ്, വാട്ട് ഈസ് ഹെവൻസ് വൈഡ് ആർച്ച്, വാട്ട് ഈസ് ഹെവൻസ് വൈഡ് ആർച്ച്, ദാറ്റ് ഈസ് ദ സ്കൈ. Then what is sun's returning march? Sun's returning march, that is the sunrise. സൂര്യൻ പോയതിനു ശേഷം വീണ്ടും അത് വരുന്നതാണ്. That is sun's returning march, that is the sunrise. There the figure of speech is personification. Then like horse in battle overthrown. What is the figure of speech there? Like horse. Like വരുമ്പോൾ അവിടെ figure of speech, okay, simile. Simile spelling SILE. Okay, then next question. പിന്നെ ഈ ലെസൺ ബേസ് ചെയ്ത് നമുക്ക് ഇമേജസ് ഒന്ന് പഠിക്കുക കേട്ടോ. ഇമേജസ് മീൻസ് ഏതൊക്കെ ഇമേജാണ് ഉള്ളത്? ഓഡിറ്ററി ഇമേജ്, വിഷ്വൽ ഇമേജ്, കിനസ്തെറ്റിക് ഇമേജ്. അപ്പോൾ ഈ പോയം അറിയാമല്ലോ. ദ പോയം സൺറൈസ് ഓൺ ദ ഹിൽസ് presents the was watching the poet, he was watching the sunrise amidst the hills. Amidst means in the middle of or in between the hills, he was watching the sunrise. What are the changes that happens in the valley? What are the changes that happens on the on the hills? അല്ലേ? അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലെ ഓരോ ഇമേജസും ഒന്ന് നോക്കുക കേട്ടോ. ദ നെക്സ്റ്റ്, ദ ട്രിപ്പ് ഓഫ് ലേഹോള. ട്രിപ്പ് ഓഫ് ലേഹോള, പേജ് നമ്പർ ലേഹോള അല്ലെങ്കിൽ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു റിലേറ്റ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ്. ഒന്ന് ട്രാവൽ ഇൻഫോ. ഓക്കെ, ട്രാവൽ ഇൻഫോ. ട്രാവൽ ഇൻഫോ നിങ്ങൾ എഴുതി വയ്ക്കുക. ട്രാവൽ ഇൻഫോ സെർച്ച് ചെയ്യുക. ട്രാവൽ ഇൻഫോ സുനിതാസ് ഫേവറേറ്റ് വേൾഡ്. അപ്പോൾ ട്രാവൽ ഇൻഫോ കുറേ കളക്ഷൻ. ഇപ്പോൾ എൻ്റെ ഒരു പഴയ പിള്ളേർ ചെയ്ത ട്രാവൽ ഇൻഫോയുടെ കളക്ഷൻസ് ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു ട്രാവൽ ഇൻഫോ നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. എഴുതി പഠിക്കുക. അപ്പോൾ ഒരു ചോദിക്കുന്നത്. അപ്പോൾ നല്ലൊരു ട്രാവൽ ഇൻഫോ നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ എക്സാമിന് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ട. നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുന്നു, ഉടൻ തന്നെ നമ്മൾ ട്രാവൽ ഇൻഫോ അങ്ങ് എഴുതുന്നു. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ട്രാവൽ എസ്സേ. 6 marks or 8 marks. അതും ഒരു ട്രാവൽ എസ്സേ പഠിച്ചിട്ട് പോവുക. ഒരു 2 days ജേണി, 2 ട്രാവൽ എസ്സേ പഠിക്കുക. അപ്പോൾ അത് തന്നെ ഞാനൊരു ഇതിൽ തന്നെ വരുന്നൊരു മറ്റൊരു ക്വസ്റ്റ്യനാണ് വെൽക്കമിങ് ദ ടൂറിസ്റ്റ്. Suppose you are a travel guide. You are assigned to welcome the tourist and introduce the tourist places to them. നിങ്ങളൊരു ട്രാവൽ ഏജൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കുറേ ടൂറിസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ വെൽക്കം ചെയ്ത് അതിനോടൊപ്പം രണ്ട് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയ പ്ലേസസിനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അത് ഒരു ആൻസർ, 1-2 പ്ലേസസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ആ പ്ലേസിൽ നിങ്ങൾ പോയി ഇന്നതൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് ട്രാവൽ എസ്സേ ആക്കി വേണമെങ്കിൽ മാറ്റി എഴുതാം. പിന്നെ ചിലപ്പോൾ കണ്ടാവു ഐലൻഡ് വിസിറ്റ് ചെയ്തു, അങ്ങനെ ഒരു ട്രാവൽ എസ്സേ എഴുതാൻ ചോദിക്കാം. അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. കാരണം കുട്ടി ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടോ, ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു ലെസൺ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി അത് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടാവു ഐലൻഡ് നിങ്ങൾ വിസിറ്റ് ചെയ്തു എന്നുള്ളൊരു ട്രാവൽ എസ്സേ എഴുതാം. അപ്പോൾ ഈ 2 ലെസണും ചേർത്താണ് പറയുന്നത്. ട്രിപ്പ് ഓഫ് ലേഹോള ആൻഡ് സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു ബേസ് ചെയ്ത് ട്രാവൽ എസ്സേ, ട്രാവൽ ഇൻഫോ, ട്രാവൽ ബ്രോഷർ ഒരാൾ ചോദിക്കുന്നത്. ഒരു പ്രാവശ്യവും ട്രാവൽ ബ്രോഷർ എഴുതാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. 2014 നിങ്ങളുടെ ടെക്സ്റ്റ് ഇറങ്ങിയത്. ഞാൻ അതിനു മുന്നേ പഠിപ്പിച്ച് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിനിറ്റ് ഞാനിതൊന്ന് ഒരു പ്രാവശ്യം കൂടി എടുത്തിട്ട് വച്ചോട്ടെ. ഓക്കെ, അപ്പോൾ 2014 മുതൽ ഇതുവരെയും ട്രാവൽ ബ്രോഷർ ചോദിച്ചിട്ടില്ല കേട്ടോ. ട്രാവൽ ബ്രോഷർ ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, ട്രാവൽ ബ്രോഷർ നോക്കണ്ട. ട്രാവൽ ഇൻഫോ,
ട്രാവൽ എസ്സേ. ഇപ്പോൾ ട്രാവൽ ഇൻഫോ എഴുതുമ്പോൾ ശരിക്ക് നമ്മുടെ ട്രാവൽ എനിക്ക് തോന്നുന്നു പേജ് നമ്പർ 96 ട്രാവൽ ഇൻഫോ. കണ്ടോ, 1-2 ഹെഡിങ് ആയിട്ട് തന്നെ എഴുതാം. ആദ്യം ഏത് പ്ലേസിനെ കുറിച്ചാണോ നിങ്ങൾ ട്രാവൽ ഇൻഫോ എഴുതുന്നത് അതൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്മോൾ ഹെഡിങ് ഗെറ്റിംഗ് ദയർ. മിസ് ഔട്ട്. പ്ലേസിൽ നമ്മൾ എത്തിയാൽ അവിടെ നമ്മൾ മിസ് ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ദെൻ കുസീൻ മീൻസ് ദ ഫുഡ്. ഏതാ അവിടുത്തെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഫുഡ് ഐറ്റം ഏതാണ്? അപ്പോൾ അങ്ങനെ ഒരു സ്മോൾ ഹെഡിങ്സ് കൊടുത്ത് തന്നെ ട്രാവൽ ഇൻഫോ എഴുതണം കേട്ടോ. ട്രാവൽ ഇൻഫോ എഴുതണം. ദെൻ ലൈവ് TV റിപ്പോർട്ട്. മിക്കവാറും ഏതെങ്കിലും ഒരു ലൈവ് TV റിപ്പോർട്ട് വരാം. ഞാൻ 3 ലൈവ് TV റിപ്പോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈവ് TV റിപ്പോർട്ട് ഓഫ് ടേക്കിംഗ് ഓഫ് ലേഹോള, ലാൻഡിംഗ് ഓഫ് ലേഹോള ആൻഡ് ലൈവ് TV റിപ്പോർട്ട് ഓൺ ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു. അപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾ അതിനെങ്ങനെ ഒരു ലൈവ് റിപ്പോർട്ട് വരാം. പക്ഷേ ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഷുവർ ക്വസ്റ്റ്യൻസ് വീഡിയോ ചെയ്യാവോ? എൻ്റെ കുഞ്ഞെ, ഞാൻ എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെർച്ച് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഏത് ക്വസ്റ്റ്യനാണ് വേണ്ടത് അതൊന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്യുക. അതിനോടൊപ്പം എൻ്റെ ആ ഒരു പേര് സുനിതാസ് ഫേവറേറ്റ് വേൾഡ് ടൈപ്പ് ചെയ്യുക. ആ ആൻസർ കിട്ടും. ഇനി ഇല്ലാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ എന്നോട് ചാറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്നും അതിലെ ഞാൻ മെസ്സേജ് ഇടുന്ന ആ വീഡിയോയുടെ അതിൽ നിന്നും ആ പേഴ്സണൽ നമ്പർ അതിലേക്ക് ടെലഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരും കേട്ടോ. ചിലപ്പോൾ ഉടനെ ആയിരിക്കില്ല, ഞാൻ എപ്പോഴാണ് ഫ്രീ ആണെന്ന് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ശരി. ഗ്രാമർ പഠിച്ചില്ലെങ്കിൽ മാർക്ക് പോവും. കാരണം ചിലപ്പോൾ 4 മാർക്സിനൊക്കെ നിങ്ങൾക്ക് ചോയ്സ് ഇല്ലാതെ ചിലപ്പോൾ ഗ്രാമർ വരാം. എന്തായാലും ഗ്രാമർ എഴുതിയേ പറ്റൂ എന്ന തരത്തിൽ ചിലപ്പോൾ ചില ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. അപ്പോൾ ഗ്രാമർ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക ഗ്രാമർ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുള്ള വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് എഴുതാം. റിപ്പോർട്ട് സ്പീച്ച് എന്ത് ഈസിയാ അല്ലേ? ദെൻ കൺകോഡ്, കൊഹസീവ് ഡിവൈസ്. പറ്റില്ലേ? പറ്റണം അല്ലേ? നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഓക്കെ, എഴുതിയേ പറ്റുള്ളൂ. കാരണം ഞാൻ ഇത്രയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടി നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് റിവൈസ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി റിവൈസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ വായിച്ചില്ല, പോട്ടെ. നോക്കി. അപ്പോൾ ഈ ട്രിപ്പ് ഓഫ് ലേഹോളയിൽ ട്രാവൽ എസ്സേ, ട്രാവൽ ഇൻഫോ. ദെൻ സേക്രഡ് ടേർട്ടിൽസ് റിലേറ്റ് ചെയ്ത് എ റിച്വൽ പോപ്പുലർ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ഒരു മിസ്സിനെ ഞാൻ കൈറ്റ് വിക്ടേഴ്സിൽ കണ്ടിട്ടുണ്ടല്ലോ, സൈബർ സ്പേസ്. യെസ്, അത് ഞാൻ തന്നെയാണ് കേട്ടോ. അന്ന് ആ ഓൺലൈൻ ടൈമിൽ സൈബർ സ്പേസിൽ 2 ക്ലാസ് എടുത്തിരുന്നു വിക്ടേഴ്സ് ചാനലിൽ. പോട്ടെ, ഞാൻ പറഞ്ഞതാ എ റിച്വൽ പോപ്പുലർ ഇൻ യുവർ ലൊക്കാലിറ്റി. ഏതെങ്കിലും ഒരു റിച്വലിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഓണം, ദീപാവലി, ക്രിസ്മസ്, ഓൾ ദീസ് ആർ ഇൻക്ലൂഡിങ് റിച്വൽസ് അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ഈ കണ്ടാവു ഐലൻഡിലെ റിച്വലിനെ കുറിച്ച് വേണമെങ്കിലും എഴുതാം. പേജ് നമ്പർ 87 ലൈവ് റിപ്പോർട്ട്. ദെൻ ഡൂസ് ആൻഡ് ഡോൺസ്. അത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ മോഡൽ എക്സാമിന് വന്നത് ഡൂസ് ആൻഡ് ഡോൺസ് വൈൽ യൂസിങ് ദ സൈബർ സ്പേസ് ഓർ ഇൻ്റർനെറ്റ്. അത് സൈബർ സ്പേസിൽ ഇമ്പോർട്ടൻ്റ് ആയതെല്ലാം ഞാൻ ഒറ്റ വീഡിയോയിൽ തന്നിട്ടുണ്ട്. സൈബർ സ്പേസിൽ നോക്കുക, ഡൂസ് ആൻഡ് ഡോൺസ്. ദെൻ യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് സൈബർ സ്പേസ്, അൻ എസ്സേ ഓർ ആൻ ആർട്ടിക്കിൾ. ചിലപ്പോൾ മിസ്യൂസസ് ഓഫ് സൈബർ വേൾഡിനെ കുറിച്ച് ഒരു സ്പീച്ച് നടത്താൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ യൂസും മിസ്യൂസും നമ്മൾ വളരെ കാര്യമായിട്ട് നമുക്ക് പറയാം ആ ഒരു സ്പീച്ചിൽ അല്ലേ? അപ്പോൾ സ്പീച്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നന്നായിട്ട് നോക്കി വയ്ക്കുക കേട്ടോ. നല്ല ഫുൾ മാർക്ക് വേണ്ടവർ നല്ലൊരു സ്റ്റാർട്ടിങ് തന്നെ പഠിച്ചു വയ്ക്കുക. ഒരു എക്സാമ്പിൾ സ്പീച്ചാണ്.
honorable dignitaries on the dais, respected principal, teachers, and my dear friends. It's my honor and privilege to stand before you to speak on the topic. ആ ടോപ്പിക് ഏതാണെന്ന് പറയുക. ആസ് യു നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നു. പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുന്നു. ലാസ്റ്റ് ഏതെങ്കിലും നല്ലൊരു കൊട്ടേഷൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോട്ട് പറഞ്ഞ് നമ്മൾ എൻ്റെ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങൾ ഈസി ആയിട്ട് എഴുതണം. ലാംഗ്വേജ് ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഡൂസ് ആൻഡ് ഡോട്ട്സ്, പേജ് നമ്പർ 87. While planning a trip, we have to consider many things. What are the do's and don'ts while doing so? അല്ലേ, നമ്മളൊരു യാത്ര പോകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല. അപ്പോൾ ഡൂസൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ടേക്ക് എ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ടേക്ക് ഇനഫ് മെഡിസിൻ, ടേക്ക് ഇനഫ് മണി വിത്ത് യു. ദെൻ ഡോണ്ട് ആണെങ്കിൽ don't carry expensive things or gold ornaments. Then avoid carrying expensive things. അപ്പോൾ അത് നമുക്ക് ഈസി ആയിരിക്കും. Then avoid the slippery places, beware of the pickpocketers. അല്ലേ, അതൊക്കെ നമ്മൾ ഒരു വാർണിംഗ് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് തന്നെ അത് വാർണിംഗ് വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. മറ്റൊരു ഗ്രാമറാണ് യൂസിങ് ഹാഡ് ബെറ്റർ, യു ഷുഡ്, വൈ ഡോണ്ട് യു. ഒരു സജഷൻ കൊടുക്കാൻ ചോദിക്കാം. അല്ലേ, നിങ്ങളുടെ ഒരു ഫ്രണ്ട്, വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ഈസ് അഡിക്റ്റഡ് ഇൻ സൈബർ സ്പേസ്. പ്ലീസ് അഡ്വൈസ് ഹിം യൂസിങ് 3 suggestions or give him 3 advice using had better, why don't you, you should. ഇങ്ങനെ 3 സെൻറ്റൻസ് യൂസ് ചെയ്ത് had better dash, you should dash, why don't you dash. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം had better plus base form of the verb. had better plus base form of the verb. ഇവിടെ കറണ്ട് പോയിരുന്നു കേട്ടോ, ഇപ്പോഴാണ് കറണ്ട് വന്നത്, ഇപ്പോൾ ലൈറ്റ് വന്നു. had better plus base form of the verb. Then you should plus base form of the verb. അവിടെ you should എന്ന് പറഞ്ഞാൽ can, could, shall, should, will, would plus base form of the verb. base form എന്ന് പറഞ്ഞാൽ ഒരു verb അങ്ങനെ എഴുതുന്നതാണ് base form. അതിൻ്റെ ing ചേർക്കില്ല, അതിൻ്റെ past tense എഴുതില്ല. ഓക്കെ, അതാണ് base form of the verb എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, you should stop using internet during your study time. അല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ യു ഷുഡ് യൂസ്. വൈ ഡോണ്ട് യു കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്? വൈ ഡോണ്ട് യു ലിസൺ ദ വേർഡ്സ് ഓഫ് ദ ടീച്ചർ? വൈ ഡോണ്ട് യു ലിസൺ? യു ഷുഡ് ഗോ, യു ഷുഡ് അവോയ്ഡ്. അതാണ് ഈ പറഞ്ഞതിനെല്ലാം പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബാണ് വരുന്നത്. പേജ് നമ്പർ 89, പേജ് നമ്പർ 88, നറേഷൻ. ചിലപ്പോൾ ചോദിക്കാം, യു ആർ വൺ അമംഗ് ദ ട്രാവലേഴ്സ് ഡ്യൂറിങ് ദ ട്രിപ്പ് ഓഫ് ലേഹോള. നറേറ്റ് യുവർ ട്രാവൽ എക്സ്പീരിയൻസ്. ആ ട്രാവൽ എക്സ്പീരിയൻസ് നറേറ്റ് ചെയ്യാൻ ചോദിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് വായിക്കാത്തവർക്ക് ശരിക്കും ഫുൾ മാർക്ക് കിട്ടില്ല. കാരണം ടെക്സ്റ്റിലെ നമുക്കറിയാവോ ആ ഒരു ഏറിയൽ ട്രാവൽ ഇൻ ദ ലേഹോള, അതിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്, അല്ല എന്തൊക്കെയായിരുന്നു അവരുടെ വ്യൂ, ഏതൊക്കെ സൗണ്ട് അവർ കേട്ടു, അതൊക്കെ ടെക്സ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് നമ്മൾ വായിക്കുക. ടെക്സ്റ്റ് വായിച്ചാലേ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. നറേഷൻ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആകാം, തേർഡ് പേഴ്സൺ നറേഷൻ. ഓക്കെ, അപ്പോൾ നറേഷൻ ക്യാപ്റ്റൻ ജോയ്സ്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ക്യാപ്റ്റൻ ജോയ്സ് ആൻഡ് നറേഷൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. പേജ് നമ്പർ 94, അവിടെ ഒരു ഡിബേറ്റ് ഉണ്ട്. ഡിബേറ്റ് നേരത്തെ ചോദിച്ചവർക്ക് ഡിബേറ്റ് ഉണ്ട്. ആ വിമൻ എംപവേർഡ് ഇൻ അവർ സൊസൈറ്റി, അതിനൊരു ഡിബേറ്റ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് പറയാം അല്ലേ, IAS, IPS women officers have proved their good administration. Then we have powerful women like Smita Patel, Sonia Gandhi. Okay, then there are many programs today meant for the empowerment of women. Women have the same rights as men in our society. Against ആയിട്ട് പറയുവാണെങ്കിൽ women are treated as second class citizens in our sections in some society. So many limitations to the mode of dressing and such things. Even now dowry system is very much active in our society. അല്ലേ, അപ്പോൾ അത് അങ്ങനെയാണ്. Then write up മീൻസ് ഒരു പാരഗ്രാഫ് എഴുതുന്നതാണ് റൈറ്റ് അപ്പ്. ഏത് കാര്യത്തെക്കുറിച്ച് വേണമെങ്കിലും റൈറ്റ് അപ്പ് എഴുതാൻ ചോദിക്കാം.
അത് ഇവിടെ നോക്കിയേ, പേജ് നമ്പർ 94, റൈറ്റ് അപ്പോൺ എ റിച്വൽ പോപ്പുലർ ഇൻ യുവർ ലൊക്കാലിറ്റി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഒരു സംശയം ചില കുട്ടികൾ വരുന്നത്, റൈറ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ അങ്ങ് ഡയലോഗ് ചിലത് എഴുതാറുണ്ട്. ഒരു കാര്യം ഓർമ്മിക്കുക, സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് എന്ന് പറഞ്ഞാൽ സ്പീച്ച് നമ്മൾ പറയാനുള്ളതല്ലേ, പക്ഷേ എക്സാമിനിരുന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ പറയുന്നത് എഴുതുന്നതാണ് സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച്. ഓക്കെ, അപ്പോൾ സ്പീച്ച് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതുക. മറ്റൊരു കാര്യം, സെമിനാർ പേപ്പർ ആൻഡ് സെമിനാർ റിപ്പോർട്ട് രണ്ടും മാറിപ്പോകരുത്. ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അതിൻ്റെ റിപ്പോർട്ട് എഴുതാൻ ചോദിച്ചാൽ അത് നടന്നതിനെക്കുറിച്ച് നമ്മൾ പാസ്റ്റ് ടെൻസിൽ എഴുതുന്നതാണ് സെമിനാർ റിപ്പോർട്ട്. അതുപോലെ ട്രാവലേഴ്സെ പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്, പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതുന്നതാണ് ട്രാവലേഴ്സ്. സെമിനാർ റിപ്പോർട്ടും നടന്ന പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ട് പിന്നെ എഴുതുന്നതാണ്. ദെൻ സെമിനാർ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു സെമിനാറിന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു എസ്സേ, അതാണ് സെമിനാർ പേപ്പർ. അതിനെക്കുറിച്ച് എഴുതി നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതാണ് സെമിനാർ പേപ്പർ. കേട്ടോ, എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഈ മലയാളം പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സെമിനാർ പേപ്പർ. ദെൻ ഒരു നോട്ടീസ് തന്നതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് എഴുതാൻ ചോദിക്കാം, അതാണ് റിപ്പോർട്ട് ഓഫ് എ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ അത് സെർച്ച് ചെയ്തൊന്ന് അതിൻ്റെ ഫോമാറ്റ് നോക്കണേ. റിപ്പോർട്ട് ഓഫ് എ പ്രോഗ്രാം സുനിതാസ് ഫേവറിറ്റ് വേൾഡ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഫോണിൻ്റെ ബാറ്ററി തീരാറായി, അത് ഓഫായി പോവും. അപ്പോൾ അതിന് മുന്നേ ഞാൻ സ്പീഡായിട്ട് കുറേ പോകണം. എപ്പോഴാണോ ഓഫ് അപ്പോൾ അങ്ങ് നിൽക്കും കേട്ടോ. ദെൻ നെക്സ്റ്റ് പേജ് നമ്പർ 4, യൂണിറ്റ് 4, പേജ് നമ്പർ 103, 8 മാർക്സിന് നിങ്ങൾ പഠിക്കേണ്ട ഒരു ലെസനാണ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ 8 മാർക്സിന് എനിക്കൊന്ന് ഓരോ മാർക്കിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്ത് തരാം, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പാറ്റേണും ഒക്കെ തന്നെയാണ് ഇപ്പോഴുള്ളത്, സെയിം. ഓക്കെ, ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, സെയിം എല്ലാം അത് തന്നെ പഠിച്ചേക്കുക. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ജനറൽ എസ്സേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്പീച്ചായിട്ട് ചോദിക്കാം. ഇപ്പോൾ ചോദിച്ചത് എന്താ, എ സ്പീച്ച് ഓൺ ദ നീഡ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ അത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാമല്ലോ അല്ലേ, ഇന്ന ഡിസാസ്റ്റേഴ്സ് നമ്മുടെ ചുറ്റിലുമുണ്ട്. സോ ഇറ്റ്സ് ദ നീഡ് ഓഫ് ദ അവർ ടു മാനേജ് ദ ഡിസാസ്റ്റേഴ്സ് when it happens, so we should be equipped to manage the disasters that happens in unexpected അല്ലേ. അങ്ങനെ ആ ഒരു ലാസ്റ്റ് പാർട്ടാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ലെസണിലെ. അതായത് പേജ് നമ്പർ 105 വരുന്നുണ്ട് അല്ലേ. പേജ് നമ്പർ 106, സെക്കൻഡ് പാരഗ്രാഫ്. ഇൻ ദ കേസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ് എങ്ങനെയൊക്കെ അത് പ്ലേ ചെയ്യുന്നത്, ഓരോ കമ്മിറ്റിയുടെയും റോൾ എന്താണ്, അപ്പോൾ അതുപോലെ ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലേ. അതിന് നമ്മൾ അത് ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ആ ലെസൺ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ പോയിൻറ്റ്സ് അങ്ങ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അത് പഠിക്കുക. ഇൻ്റർവ്യൂ വിത്ത് സർവൈവേഴ്സ് ചോദിക്കാം. പിന്നെ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ നിങ്ങളവിടെ ഉണ്ടായിരുന്നു, ലൈവ് റിപ്പോർട്ട് എഴുതാൻ ചോദിക്കാം. ഓക്കെ, ദെൻ പേജ് നമ്പർ 113, ദ സെറാങ് ഓഫ് റാണഗിഞ്ചി. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ, പിന്നെ മിസ് ജോബ് സ്മിത്ത്, ക്യാപ്റ്റൻ ഹാമ്പിൾ ആണോ, അല്ല, ഡോക്ടർ AJ ക്രോണൻ. ഡോക്ടർ ഹാമ്പിൾ ഏതില, റക്ക് ഓഫ് ദ ടൈറ്റാനിക്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. പിന്നെ ഇതിൽ നിന്നും ഒരു ഒഫീഷ്യൽ ലെറ്റർ, സ്പീച്ച്, അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഒഫീഷ്യൽ ലെറ്ററും ഒരു റിപ്ലൈ സ്പീച്ച് ഓഫ് ഹസൻ. അത് തിരിച്ചും ചോദിക്കാം, നമ്മൾ ഹസനെ അങ്ങോട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുള്ള സ്പീച്ച് അല്ലെങ്കിൽ ഹസൻ്റെ റിപ്ലൈ. ഓക്കെ, എനിവേ അത് പഠിക്കുക. പേജ് നമ്പർ 118 ലെറ്റർ, 119 സ്പീച്ച്. ഈ രണ്ടും ആൻസറും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫാസ്റ്റായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് പാസീവ് വോയിസ് വരാം. പേജ് നമ്പർ 120. പാസീവ് വോയിസ് സിമ്പിളാണ് കേട്ടോ. 2 കാര്യത്തിൽ പാസീവ് വോയിസ്, 2 പോയിൻറ്റ്സ് വെച്ച് പാസീവ് വോയിസ് ഞാനൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാസീവ് വോയിസ് സുനിതാസ് ഫേവറിറ്റ് വേൾഡ് ഒന്ന് നോക്കുക കേട്ടോ, ആ പാസീവ് വോയിസ് ഒന്ന് കേൾക്കുക. ദെൻ നെക്സ്റ്റ് 125, റക്ക് ഓഫ് ദ ടൈറ്റാനിക്. അത് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ക്ലാസ്സിൽ. അതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ച സെയിം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഞാൻ ആൻസർ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക, പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ആൻസറിൽ തന്നെ ഞാനത് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് 5, ഗൂസ്ബറീസിൽ ക്യാരക്ടർ സ്കെച്ചസ് ഓഫ്
ഇവാൻ ഇവാനിച്ച്, നിക്കോളായ് ഇവാനിച്ച്, ദെൻ റൈറ്റപ്പ് വരാം, അല്ലേ, 6 feet ഈസ് ഇനഫ്, ഒരാൾക്ക് 6 അടി മതി എന്നുള്ളത്. പിന്നെ ലൈക്ക് ഓഡ്ക, മണി ഈസ് ലൈക്ക് ഓഡ്ക. അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് അറിയാവുന്ന തരത്തിൽ അങ്ങ് ഈ ലെസൺ ബേസ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ, ഒന്നും പേടിക്കേണ്ട. ജനറൽ ക്വസ്റ്റ്യൻസ് പിന്നെ വരാം. ദെൻ ആ ലെസണിലാണ് റിപ്പോർട്ട് ഓഫ് സ്പീച്ചിൻ്റെ ഇതൊക്കെ വരുന്നത്. പേജ് നമ്പർ 145, ടു സ്ലീപ്പ്. വെരി വെരി സിമ്പിൾ പോയം അല്ലേ. വാട്ട് ആർ ദ ബ്ലെസ്സിങ്സ് ഓഫ് സ്ലീപ്പ്. അതിൽ പറയുന്ന വേറൊരെണ്ണമുണ്ട്, ബ്ലസ്സഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. ലാസ്റ്റ് സ്റ്റാൻസ പലപ്പോഴും ചോദിക്കാറുണ്ട്. ബ്ലസ്സഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. അലിറ്ററേഷൻ, എക്സാമ്പിൾ ഓഫ് അലിറ്ററേഷൻ. സെയിം ലെറ്റർ ഈസ് റിപ്പീറ്റഡ്, ബി ബി ബി. ദെൻ അവിടെ ഓക്സിമറോൺ ഉണ്ട്. ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള കാര്യങ്ങൾ. അവിടെ ദാറ്റ് ഈസ് ദ ബ്ലസ്സഡ് ബാരിയർ. സ്ലീപ്പ് ഈസ് എ ബ്ലസ്സഡ് ബാരിയർ. ദാറ്റ് മീൻസ് സ്ലീപ്പ് ഈസ് എ ബ്ലസ്സഡ് വൺ, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. ഓരോ ദിവസങ്ങൾ, ഒരു ദിവസത്തിനും അടുത്ത ദിവസത്തിനും ഇടയ്ക്കുള്ളൊരു ബാരിയറാണ് നമ്മുടെ ഉറക്കം അല്ലേ. അപ്പോൾ അവിടെ ഒരു ബെനിഫിറ്റും പറയുന്നുണ്ട്, അതൊരു ബ്ലസ്സഡ് ആണ്, ബാരിയർ. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ദയർ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് ഓക്സിമറോൺ, OXYMORON. ഓർമ്മിക്കുക കേട്ടോ. ദെൻ ദറ്റ് ഈസ് സ്ലീപ്പ് ഈസ് ദ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. അപ്പോൾ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സ്ലീപ്പ് ചോദിക്കുമ്പോൾ ഇത് തന്നെ എഴുതാം. സ്ലീപ്പ് ഈസ് എ ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. Is a mother of fresh thoughts and joyous health. Who is the poet? William Wordsworth. Okay, അതിൽ കുറേ ഇമേജസ് പറയുന്നുണ്ട്. Then next, page number 148, going out for a walk. ബെനിഫിറ്റ്സ് ഓഫ് വാക്കിംഗ് എക്സസൈസ്, ബെനിഫിറ്റ്സ് ഓഫ് ഫിസിക്കൽ എക്സസൈസ്. ഒരു സിമ്പിൾ വീഡിയോ ഉണ്ട്, അത് ഞാൻ ഒന്ന് നോക്കുക കേട്ടോ. ഞാനതിൻ്റെ ആൻസർ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. റൈറ്റ് അപ്പോൺ വാക്കിംഗ്. ദെൻ പേജ് നമ്പർ 154, വുഡ് റാദർ ആൻഡ് പ്രിഫർ ടു. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വുഡ് റാദർ പ്രിഫർ ടു. ഒന്ന് സെർച്ച് ചെയ്യണേ. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വച്ച് തന്നെ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വുഡ് റാദർ പ്രിഫറും വുഡ് റാദർ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. പ്രിഫർ ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. എക്സാമ്പിൾ, I would rather have tea than coffee. I would prefer coffee to tea. Okay? What do you prefer? Ice cream or tea? I prefer ice cream to tea. Okay? I would rather have ice cream than tea. Okay? Would rather, prefer to, I. Then പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ അതിൽ വരാം അല്ലേ. ദെൻ ലാസ്റ്റ് യൂണിറ്റ് ദാറ്റ് ഈസ് അബൌട്ട് സൈബർ സ്പേസ്, ഈ സൊസൈറ്റി ഡെറ്റ്, ദെൻ കൺസെപ്ച്വൽ ഫ്രൂട്ട്. ലാസ്റ്റ് 3 ലെസൺസും ജനറൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം ഗ്രേറ്റയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഒരു പ്രാവശ്യം 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. Who is Greta? A differently abled, mentally challenged girl of 16 അല്ലേ. അപ്പോൾ അത് ബേസ് ചെയ്ത് വരുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു. യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് സൈബർ സ്പേസ്, ദെൻ ഡൂസ് ഓൺ ഡോൺസ് വൈൽ യൂസിങ് ദ സൈബർ സ്പേസ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ മെയിൽ ചോദിക്കാം. അത് ഒരു സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സെലക്ട് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്യുക, അതിലെ ആൻസേഴ്സും കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഫോൺ ചാർജ് തീരാറായി. അടുത്ത് നിങ്ങൾ കുറേ ഡൗട്ട്സ് ഇടുന്നുണ്ട്, പറ്റുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ അതിന് താഴെ നിങ്ങളുടെ കമൻസ് ഇട്ടേക്കുക. ഞാൻ ഡൗട്ട്സ് ഇടുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ എന്നെ വിളിക്കുക, നമ്പറിൽ വിളിക്കേണ്ട, നിങ്ങൾ വോയിസ് ഇടുകയോ അല്ലെ ടൈപ്പ് ചെയ്യുക. ഞാൻ ടൈം കിട്ടുമ്പോഴേക്കും അതിന് റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിർത്തട്ടെ, കാരണം ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. ഓക്കെ, എല്ലാവരും നല്ലവണ്ണം എഴുതുക, വളരെ ഈസിയാണ്. ഇനി 8 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ. പോയം അപ്രീസിയേഷൻ ഷുവറായിട്ടുണ്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ 8 മാർക്സിന് നിങ്ങൾ പഠിക്കേണ്ട ഒരു ലെസൺ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, പിന്നെ ഐ വിൽ ഫ്ലൈ കേട്ടോ. ഇപ്പോൾ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പഠിച്ചേക്കാം. 6 മാർക്സിന് പ്രൊഫൈൽ ചോദിക്കാം, ക്യാരക്ടർ സ്കെച്ച്, ലെറ്റർ, ഇൻ്റർവ്യൂ അല്ലേ, ഏകദേശം അല്ല ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ യൂണിറ്റ് 1 പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ യൂണിറ്റ് 1 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ യൂണിറ്റ് 1 പഠിച്ചതിന് ശേഷം ഇനി ഇതിൽ ഏതെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് ഒന്ന് നോക്കുക, പഠിക്കുക. ഓരോ യൂണിറ്റിൻ്റെയും
ഓരോ ലെസൻ്റെയും റിവിഷൻ വീഡിയോസിൽ ലാസ്റ്റ് പാർട്ട് നോക്കുക കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിൽ പറയുന്നുണ്ട്, ആൻസറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞല്ലോ, +1 ഇംഗ്ലീഷിലെ ഞാൻ അപ്ലോഡ് ചെയ്ത മിക്കവാറും എല്ലാ വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ +1 ഇംഗ്ലീഷ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ നമ്പറുണ്ട്. ഓക്കെ, ലിങ്ക് ഉണ്ട്. ജോയിൻ ആവുക. അതിൽ എൻ്റെ പേഴ്സണൽ നിങ്ങളുടെ ഡൗട്ട്സ് ടൈപ്പ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. നല്ലവണ്ണം എഴുതുക. അടുത്ത് നമ്മൾ കാണുന്നത് ട്യൂസ്ഡേ അറ്റ് 3 PM ടു ഡിസ്കസ് യുവർ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അന്ന് ഞാൻ പറയും ഞാൻ അപ്ലോഡ് ചെയ്ത ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏതൊക്കെ ആൻസേഴ്സാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. മിക്കവാറും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ, പുറത്തു വരരുത്. ഓക്കെ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഗുഡ് ലക്ക് ഡിയേഴ്സ്, ബൈ ബൈ. നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല മാർക്ക് നിങ്ങൾ നേടുക. റിസൾട്ട് വരുമ്പോൾ പറയണം എന്നോട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ +1കാരെയൊക്കെ നമ്മൾ അടുത്ത വർഷം കാണും. ഫുൾ മാർക്ക് ആർക്കൊക്കെ ഉണ്ടെന്ന് പറയണം, ഞാനൊരു ഗിഫ്റ്റൊക്കെ തരും. ഓക്കെ, ബൈ ബൈ ബൈ.